തിരുവചനം സംശോധനം ചെയ്യുക, വേദബോധനം നൽകുക, വേദവിചാരം നൽകുക, വേദദർശനം പകരുക. ഇതൊക്കെ കൺവെൻഷന്റെ വളരെ പ്രത്യേകതകളാണ്. എത്രയോ കാലമായി തിരുവചനങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഞാൻ ഈ രാത്രിയിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 8ഉം 9ഉം വാക്യങ്ങളാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 8ഉം 9ഉം വാക്യങ്ങളാണ്. അതിൽ 9-ാമത്തെ വാക്യമാണ് അതിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത്. ആ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. പലപ്പോഴും എന്തിനാണ് കൺവെൻഷൻ, എന്തിനാണ് വചനബോധനം, വേദപഠനം, നമ്മൾ പലരും ചോദിക്കും. പിതാക്കന്മാർ എഴുതിയിരിക്കുകയാണ്, പൗലോസ്ലീഹ ആലേഖനം ചെയ്തിരിക്കുകയാണ്: യേശു ക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഈ വേദഭാഗത്തിന്റെ തൊട്ട് മുകളിലും തൊട്ട് താഴെയും നമ്മൾ വായിക്കാമെങ്കിൽ അതിന്റെ വിശദീകരണമുണ്ട്. അതുകൂടി വായിച്ചിട്ട് ഈ വേദപഠനത്തിലേക്ക് കടക്കാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്നതുപോലെ ചങ്ങല ധരിച്ച് കഷ്ടം അനുഭവിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് ഒരു ക്രിമിനലിനെ പോലെ ചങ്ങലകൾ ധരിക്കപ്പെട്ട് ഞാൻ കഷ്ടത അനുഭവിക്കുന്നു എന്ന് വിശുദ്ധനായ പൗലോസ് ആലേഖനം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. അദ്ദേഹം പറയുകയാണ്, യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. വളരെ പ്രധാനപ്പെട്ട ആശയം അതാണ്, ഓർത്തുകൊള്ളുക. സ്തെഫാനോസ് സഹോദരന്റെ പെരുന്നാള് നമ്മൾ ഓർക്കുകയാണ്. സ്തെഫാനോസ് സഹോദരനെ നമ്മൾ സ്മരിക്കുകയാണ്. ഓർമ്മ എന്നതിന് ഗ്രീക്കിലൊരു പദമുണ്ട്, അനംനേസിസ് എന്നാണ്. അധികം മെനേസിസ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഓർക്കുകയാണ്, ഓർമ്മയാണ്. പല വാക്കുകൾ അതിനെ കുറിച്ച് പറയുവാനായിട്ട് കഴിയും. ഓർമ്മ എപ്പോഴും നമ്മെ സജീവമാക്കുന്നതാണ്. പല ഓർമ്മകളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് തന്നെ. ബാല്യകാല ഓർമ്മകൾ, കലാലയ ഓർമ്മകൾ, യൗവനകാല ഓർമ്മകൾ, വാർദ്ധക്യകാല ഓർമ്മകൾ. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഓർമ്മകൾ നഷ്ടപ്പെടും, ഓർമ്മകൾ പര്യവസാനിക്കും. ഓർമ്മകൾ പര്യവസാനിച്ച് കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്നും നമ്മൾ യാത്രയാകും. വേദശാസ്ത്രപരമായി ഓർമ്മ എന്ന് പറയുന്നത് പഴയകാല സംഭവത്തെ വർത്തമാനകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ആ പദം. ഇതിന്റെ ഒരു സുറിയാനി പദം എന്ന് പറയുന്നത് ദുഃഖറോനോ എന്നാണ്. നമുക്ക് ആ വാക്കറിയാം. അറിഞ്ഞോ അറിയാതെയോ ഈ ദുഃഖറോനോ എന്ന പദം മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാളിന് നമ്മൾ മാറ്റിക്കൊടുത്തു. മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനോ ഓർമ്മയെന്നാണ്. സ്തെഫാനോസ് സഹോദരന്റെ ദുഃഖറോനയാണിത്. സ്തെഫാനോസ് സഹോദരന്റെ ഓർമ്മയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് കല്ലെറിയപ്പെട്ട് ലോകത്തിൽ നിന്നും കടന്നുപോയ വിശുദ്ധനായ സ്തെഫാനോസിനെ നമ്മൾ ഓർക്കുകയാണ്. ആ ഓർമ്മ എന്ന് പറയുന്നത് ആ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സംഭവത്തെ ചരിത്രത്തിലേക്ക്, വർത്തമാനകാലത്തിലേക്ക് സാംശീകരിക്കുകയാണ്. അവിടെ ദുഃഖ്രോനോ എന്ന പദമായാലും അതിന്റെ ആഴങ്ങളായാലും അതിനൊരു പഴയകാലാർത്ഥവും വർത്തമാനകാലാർത്ഥവും ഭാവികാലാർത്ഥവുമുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കണം,
ഓർമ്മയെന്ന് പറയുന്നത് ഭൂതവും വർത്തമാനവും ഭാവിയും ചേർന്ന് നിൽക്കുന്ന വളരെ പ്രശസ്തമായ പദമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഇതൊരു ലിറ്റർജിക്കൽ പദം കൂടിയാണ്. ആരാധനയിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്കായി ഇത് അനുഷ്ഠിക്കുവീൻ, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. കുർബാനയെ കുറിച്ച് പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ജീവിത വ്യാപാര കാലങ്ങളെ നമ്മൾ ഓർത്തെടുത്ത് വർത്തമാനകാലത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഭാവി കാലങ്ങളിലേക്ക് നോക്കിപ്പാർക്കുന്നതാണ് ഓർമ്മയെന്ന് പറയുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല, അത് വേദശാസ്ത്രപരമായ അടയാളങ്ങളാണ്. 2-3 വാക്കുകൾ ഓർത്തിരുന്നാൽ മതി. ഓർമ്മയെന്ന് പറയുന്നത് ആക്റ്റീവ് റീകളക്ഷൻ ആണ്. ബ്രിങ്ങിങ് പാസ്റ്റ് ഇൻ ടു പ്രസന്റ്. പഴയകാല സംഭവങ്ങളെയും പഴയകാല ഓർമ്മകളെയും വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരികയാണ്. സ്തെഫാനോസ് പെരുന്നാൾ കറ്റാനമ്പള്ളിയിൽ പ്രസക്തമാകുന്നത് എങ്ങനെയാണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് കല്ലേറ് ലഭിച്ച സ്തെഫാനോസ് സഹദ ഈ 2026 ജീവിതവുമായി, നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കുമ്പോഴാണ് സ്തെഫാനോസ് സഹദയുടെ ഓർമ്മ ഒരു ദുഃഖറോനോ ആയിത്തീരുന്നത്. പഴയകാലത്തെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവന്ന് ഭാവി കാലത്തേക്ക് നമ്മൾ നോക്കി പാർക്കുകയാണ്. വർത്തമാനകാലത്തിലേക്ക് ഓർമ്മകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഉൾത്തളങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഈ ഓർമ്മ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. അതുകൊണ്ടാണ് ഈ ഓർമ്മയെക്കുറിച്ച് പറയുന്നത്, യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. നാട്ടിലെ കൊച്ചു കൊച്ചു പുസ്തകങ്ങളുടെ കഥകളൊക്കെ ഞാൻ സാധാരണ പറയാറുള്ളൂ. 1967 എഴുതിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് വളരെ പ്രശസ്തനായ ഡോക്ടർ VC സാമുവേൽ അച്ഛനാണ്. ഞങ്ങളുടെയൊക്കെ ഗുരുവായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് യേശുക്രിസ്തുവാര്. യേശുക്രിസ്തുവാര് വളരെ വേദശാസ്ത്രത്തിലെ വളരെ പ്രൗഢമായ ഗ്രന്ഥമാണ്. ആരാണ് യേശുക്രിസ്തു? വളരെ കൃത്യമായി വേദപുസ്തക അടിസ്ഥാനവും അതിന്റെ പൗരാണിക മാനങ്ങളും അതിന്റെ ഒരു സഭാ ഗുരുക്കന്മാരുടെ എഴുത്തുകളിൽ കൂടിയുള്ള വിവരണങ്ങളും അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. വളരെ സംക്ഷിപ്തമായിട്ട് യേശുക്രിസ്തു ആരാണെന്ന് ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. 4 കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണ്. ചരിത്രത്തിൽ ജീവിച്ച് ചരിത്രത്തിൽ കൂടി സഞ്ചരിച്ച മഹത്തായ ദൈവപുരുഷനാണ്. അദ്ദേഹം ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. 3, യേശുക്രിസ്തു ചരിത്രത്തിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇത്ര സംക്ഷിപ്തമായിട്ടാണ് യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. 4, ഉയർത്തെഴുന്നേറ്റവനായ യേശു പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് പകർന്നു തന്നു. ജീവൻ നൽകുന്ന, ജീവിപ്പിക്കുന്ന, പരിപോഷിപ്പിക്കുന്ന, ചൈതന്യവത്താക്കുന്ന പരിശുദ്ധാത്മാവിനെ ലോകത്തേക്ക് തന്നു. പുസ്തകം എഴുതിയ ആരാണ്? ഡോക്ടർ VC സാമുവേൽ അച്ഛൻ. 1967 വൈദിക സെമിനാരി വിദ്യാർത്ഥികൾ പുസ്തകം ആദ്യോടന്തം പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓർത്തിരിക്കണം, ചരിത്രത്തിൽ ജീവിച്ച് ചരിത്രത്തിൽ ക്രൂശിക്കപ്പെട്ട് ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ് ചരിത്രത്തിൽ സ്വർഗാരോഹണം ചെയ്ത് രണ്ടാമത് വരുമെന്ന് സാക്ഷ്യപ്പെടുത്തിയ വലിയ മഹത് വ്യക്തിത്വം, ദൈവത്തിന്റെ പുത്രൻ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ. ഈ ദൈവപുത്രനെയാണ് പത്രോസ് ശ്ലീഹായും പൗലോസ് ശ്ലീഹായും സ്തെഫാനോസ് സഹദായും എല്ലാം സാക്ഷിക്കുന്നത്.
ഈ കൂടി വരിക്കുന്ന ഈ മഹാസംഗമം യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനുമാണ്. അതുകൊണ്ട് പ്രഭാഷണം എന്ന് പറയുന്നത് നമ്മൾ നിർവചിക്കും ഹോംലിറ്റിക്സ്, ഹോംലി പ്രഭാഷണം, ആ വാക്കാണ് ഹോംലി. പ്രഭാഷണ ശാസ്ത്രം ഹോംലിറ്റിക്സ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സമവാക്യമാണ്. ടെക്സ്റ്റ് അധികം പ്രസന്റ് കോണ്ടസ് സമം ഹോംലിറ്റിക്സ്. ഹോംലി അതെങ്ങനെയാ വ്യാഖ്യാനിക്കുന്നതെന്ന് അറിയാമോ? വേദപുസ്തകത്തിലെ ഒരു വാക്യം അതിനെ സമകാലികമായി വ്യാഖ്യാനിക്കുന്നു, നമുക്ക് ലഭിക്കുന്നതാണ് പ്രഭാഷണം. അതുകൊണ്ടാണ് സ്തെഫാനോസ് സഹോദരന്റെ പ്രഭാഷണമൊക്കെ അത്യുജ്വലമായി തീർന്നത്. സ്തെഫാനോസ് സഹോദരയെ കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരണങ്ങൾ എവിടെ നിന്നുമാണ്? 3 അധ്യായങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം. 8-ാം അധ്യായത്തിന്റെ ആദ്യ 3 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വാക്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നോക്കാമെങ്കിൽ വേദപുസ്തകത്തിൽ സ്തെഫാനോസ് സഹോദരയെ കുറിച്ച് പറയുന്ന ആകെ വാക്യങ്ങൾ ഏകദേശം 80 വാക്യങ്ങളാണ്. 6-ാം അധ്യായത്തിൽ സ്തെഫാനോസിന്റെ തെരഞ്ഞെടുപ്പ്, 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിന്റെ പ്രഭാഷണം, 8-ാം അധ്യായത്തിൽ സ്തെഫാനോസിന്റെ മരണം, കബറടക്കം. ഇത്രയേ ഉള്ളൂ സ്തെഫാനോസിനെ കുറിച്ചുള്ള വിവരണങ്ങളുടെ സംക്ഷിപ്തം. സ്തെഫാനോസ് അത്യുജ്വലനായി തീർന്ന എന്തുകൊണ്ടാണ്? പഴയ നിയമ ചരിത്രത്തെയും യേശുതമ്പുരാന്റെ സുവിശേഷത്തെയും സമകാലികമായി ആ കാലഘട്ടത്തിൽ വ്യാഖ്യാനിച്ചു കൊടുത്തു. അതാണ് സ്തെഫാനോസ് ചെയ്ത ഏറ്റവും മഹത്തായ കാര്യം. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ വേദഭാഗത്തെ നോക്കാം. യേശുക്രിസ്തുവിനെ ഓർക്കുക. 2000 വർഷങ്ങൾക്കപ്പുറം ജീവിച്ച യേശുക്രിസ്തുവിനെ നമ്മൾ ഈ വർത്തമാനകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഭാവി കാലത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അതാകുന്നു എന്റെ സുവിശേഷം, അതാകുന്നു എന്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഈ പെരുന്നാൾ അനുഗ്രഹകരമാകണമോ? കറ്റാനം പെരുന്നാൾ ശ്രേഷ്ഠമാകണോ? നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകണോ? നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണോ? നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണമോ? ഒറ്റ കാര്യം, യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ആ സുവിശേഷത്തെ കുടുംബത്തിലേക്ക് ചേർത്ത് പിടിക്കുക. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ഈ സുവിശേഷം അറിയിക്കുമ്പോൾ പീഡനമുണ്ടാകും, മരണമുണ്ടാകും, അപഹാസ്യങ്ങളുണ്ടാകും, തിരസ്കരണങ്ങളുണ്ടാകും, ഒറ്റപ്പെടലുകളുണ്ടാകും. ഒരു സുവിശേഷം എന്ന് പറയുന്നത് ഒരു സേഫ് സോൺ അല്ല, ഒരു സുരക്ഷിതമായ മേഖലയല്ല. സുവിശേഷം അറിയിക്കുന്നു, സുവിശേഷ അനുസൃതമായി നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു റെഡ് സോണാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന, ജീവൻ അപായപ്പെടുത്തുന്ന, ജീവൻ അപകടകരമാകുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ, അഭിസന്ധിയുടെ ഇടങ്ങളിൽ കൂടിയുള്ളൊരു സഞ്ചാരമാണ്. ഞാൻ പറയും, കാൽവറിയുടെ ഒരു യാത്രയാണ്, മുൾമനയിൽ കൂടിയുള്ളൊരു യാത്രയാണ്, കാൽവറി മലയിലേക്കുള്ള സഞ്ചാരമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ രാത്രിയിൽ വളരെ പെട്ടെന്ന് 4 കാര്യങ്ങൾ ഓർപ്പിച്ച് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ പ്രഭാഷണത്തിൽ നമുക്ക് ഒന്നാമത് ഓർക്കാനായിട്ടുള്ളത് യേശുക്രിസ്തുവിനെ ഓർക്കുക. അതാകുന്നു എന്റെ സുവിശേഷം. എന്താണ് ഓർക്കുവാനുള്ളത്? ഈ പെരുന്നാളിൽ എത്രയോ വർഷമായി നമ്മൾ പങ്കുചേരുന്നു. ഈ പെരുന്നാൾ എന്താണ് എന്നെ ഓർമ്മപ്പെടുത്തുന്നത്? നമുക്കൊക്കെ ഈ പെരുന്നാൾ എന്ന് പറയുമ്പോൾ വലിയ ഓർമ്മകളുണ്ട്. ഞാൻ തന്നെ കോളേജിൽ നിന്നും സൈക്കിൾ ചവിട്ടി ഇവിടെ വന്ന് ഈ പെരുന്നാൾ കണ്ടപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്നു കറ്റാനംപള്ളിയിലെ പെരുന്നാൾ. സജീവമായി അത് ഓർമ്മയിൽ നിൽക്കുകയാണ്. ഈ ഓർമ്മയാണ് ഭാവി കാലത്തേക്കും വർത്തമാനകാലത്തേക്കും ഭൂതകാലത്തിന്റെ സ്മരണകളും ചേർത്ത് സമന്വയിപ്പിച്ച് ഓർമ്മയെ സജീവമാക്കുന്ന അനുഭവം. ഒന്നാമതായി ഈ ഓർമ്മയെന്ന് പറയുന്നത് ലോക രക്ഷകനായി വന്ന യേശുക്രിസ്തുവിനെ ഓർക്കുക. അതാണ് ലോക രക്ഷകനെ ഓർക്കുക. ഓരോ പെരുന്നാളും ഓരോ കൺവെൻഷനും
ഓരോ ആരാധനയും യേശുക്രിസ്തുവിനെ ഓർക്കുക. അവൻ നമ്മെ രക്ഷിച്ചു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1-21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. യേശു എന്ന പേരിടണം. യേശു എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെത്തണം, നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച യേശുവാണ്. പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. യേശു എന്ന് പേരിടണം. യേശു എന്ന് പറഞ്ഞാൽ നമ്മെ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ യേശുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും തിന്മയെക്കുറിച്ചുള്ള ബോധ്യവും അതിൽ നിന്നും മടങ്ങി വരുന്നതിനെ കുറിച്ചുള്ള ഓർമ്മയുമാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്, യേശുവിനെ നോക്കുക. Turn towards God. ദൈവത്തിങ്കിലേക്ക് തിരിയുക. Rejoice in hope. WCCയുടെ 8ാമത് അസംബ്ലിയുടെ തീമായിരുന്നു. 1998 അത് നടന്നത്. ആ വിഷയം തന്നെയാണ് 2026 മർത്തമറിയ സമാജം പഠിക്കുവാൻ പോകുന്നത്. ദൈവത്തിങ്കിലേക്ക് തിരിയുക, പാപത്തിൽ നിന്ന് തിരിയുക, ലോകത്തിൽ നിന്ന് തിരിയുക, തിന്മയിൽ നിന്ന് തിരിയുക, അന്ധകാരത്തിൽ നിന്ന് തിരിയുക. സ്തെഫാനോസ് സഹോദരന്റെ പ്രസംഗവും അത് തന്നെയായിരുന്നു. തിന്മയ്ക്കെതിരായി, അന്ധകാരത്തിനെതിരായി, ജീർണതയ്ക്കെതിരായുള്ള ആ പ്രഭാഷണമാണ് സ്തെഫാനോസിനെ കല്ലെറിയുവാനും അദ്ദേഹത്തെ തകർക്കുവാനും ഇടയായത്. നിക്കിയ വിശ്വാസ പ്രമാണം നമുക്കറിയാം. 1700ാമത് വാർഷികമാണ് നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞത്. 2025 അനേക സ്ഥലങ്ങളിൽ നിക്കിയ വിശ്വാസ പ്രമാണത്തിന്റെ വേദബോധനങ്ങൾ നടക്കുകയുണ്ടായി. സാധാരണ നിലയിൽ ഏതെങ്കിലുമൊക്കെ ജൂബിലി കേന്ദ്രതലത്തിൽ ആഹ്വാനം ചെയ്യുമ്പോൾ പള്ളികളൊക്കെ അത് ഏറ്റെടുക്കാറുണ്ടായിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ നിക്കിയ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അതിന്റെ ജൂബിലിയൊന്നും നമ്മുടെ പള്ളികളിൽ എത്തിച്ചേർന്നില്ല എന്നുള്ളതാണ്. കാരണം ലളിതമാണ്. വേദശാസ്ത്രമാണ്, ക്രിസ്തുശാസ്ത്രമാണ്, സഭാശാസ്ത്രമാണ് അതിൽ അവതരിപ്പിക്കുന്നത്. ദൈവം മനുഷ്യനായത് എന്തിനാണെന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നു. നമുക്ക് ഒരുമിച്ച് അതിലൊരു ഭാഗം ചൊല്ലിയാൽ വളരെ പെട്ടെന്നത് മനസ്സിലാകും. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി. വളരെ കൃത്യമായിട്ടാണ് ആ വേദശാസ്ത്രം സംക്ഷിപ്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്ന എന്റെ സുവിശേഷം. ഈ സുവിശേഷമാണ് എല്ലാ ആരാധനയിലും അതിന്റെ സമാപനത്തിൽ വിശ്വാസ പ്രമാണം വിശ്വാസികൾ ഒരുമിച്ച് ഏറ്റുചൊല്ലുന്നതാ. കൃത്യമായി മനുഷ്യനായി തീർന്നു, ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, രണ്ടാമത് വരുന്നതിനായി ഞങ്ങൾ നോക്കി പാർക്കുകയാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ആ ഓർമ്മ അത് ഫ്യൂച്ചറാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ കാലമല്ല. കർത്താവ് പറഞ്ഞു രണ്ടാമത് വരും. ആ ഓർമ്മ, രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ആ ഫ്യൂച്ചർ ദുഃഖറോനോ, ആ ഓർമ്മ ഒരു കഴിഞ്ഞ കാലത്തെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവന്ന് ഭാവി കാലത്തേക്ക് ചേർത്ത് പിടിക്കുന്നതാണ് ഓർമ്മ. അത് ഞാൻ വിശദീകരിച്ചു. രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഒരു വാക്യം കൂടി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം മനുഷ്യനായി, ദൈവം നമ്മോടൊപ്പം വസിച്ചു. പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ദൈവം എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല. പഴയ നിയമത്തിലെ ദൈവം നമ്മുടെ ബോധവിചാരങ്ങൾക്കപ്പുറമാണ്. ദ ട്രാൻസെൻഡഡ് ഗോഡ്. ഇന്ദ്രിയങ്ങൾക്കപ്പുറം, ചിന്തകൾക്കപ്പുറം. പകൽ മേഘസ്തംഭമായും
രാത്രി അഗ്നിതൂണായും ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവം മേഘസ്തംഭത്തിലും അഗ്നിതൂണിലും ദൈവത്തെ തിരിച്ചറിഞ്ഞു. മുൾപ്പടർപ്പിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞു ഭാഗികമായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ആ ദൈവം ഇതാ കാലിത്തൊഴുത്തിൽ പിറന്നു വീണു. ഇതാ ദൈവം നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു. ഇതാ ദൈവം നമ്മോടൊപ്പം സഹയാത്രികനായി തീരുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വേദവ്യാഖ്യാനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ കൃപയും സത്യവും നിറഞ്ഞ് ജീവിക്കുന്നു അവിടെയൊക്കെ യേശു ക്രിസ്തുവിനെയും ആ സുവിശേഷത്തെയും നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്കറിയാം. ജോസഫ് സംശയാലുവായിരുന്നു. അദ്ദേഹം ഉറങ്ങി. മറിയെ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചു. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ജോസഫിനെ കറക്റ്റ് ചെയ്തു. എന്താ പറഞ്ഞത്? നിനക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയെ ചേർത്തുകൊള്ളുക. ജോസഫ് ഉറക്കമുണർന്നു. ഉടനെ ചെയ്ത് എന്താണ്? ജോസഫ് ഉറക്കമുണർന്നു. തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചു. കൃപയും സത്യവും നിറയുന്ന ഒരു അനുഭവം, ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുന്ന അനുഭവം, മറിയത്തിന്റെ ഉള്ളിൽ ഉത്ഭൂതമായിരിക്കുന്ന ദൈവത്തെ ചേർത്ത് പിടിക്കുന്ന അനുഭവം. അതുകൊണ്ട് ഞാൻ പറയും, യേശു ക്രിസ്തുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുന്ന അനുഭവം. ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ ചേർത്ത് പിടിക്കുന്ന ഭാര്യ, മക്കളെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന മക്കൾ. നമുക്ക് നഷ്ടപ്പെട്ടു പോയി. വചനമുണ്ട്, പെരുന്നാളുണ്ട്, ധ്യാനമുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, എല്ലാ പരിപാടികളുമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സമയമില്ലാതെ പോയി. അതെങ്ങനെ? വാട്സപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണമല്ലോ നമുക്കൊരു സമയം കിട്ടുവാൻ. ചേർത്ത് പിടിക്കുന്ന അനുഭവം, മക്കളെ ചേർത്ത് പിടിക്കുന്ന അനുഭവം. ഞാൻ പറയും, കൃപയും സത്യവും നിറയുന്ന അനുഭവം. സത്യത്തിന്റെ ആത്മാവ്, ദൈവകൃപയുടെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നെനിക്കൊരു ചെറിയ സംശയമുണ്ട്. മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന കുടുംബങ്ങൾ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന കുടുംബങ്ങൾ. വലിയ കോളേജുകളിലൊക്കെ ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ എടുക്കും. ധാരാളം വിഷയങ്ങൾ പോകും. സപ്ലി, നല്ലൊരു പദവാ. സപ്ലിയും അടിച്ച് തിരിച്ചു വരും. ചേർത്ത് പിടിക്കുവാൻ കഴിയുമോ? കേരളത്തിൽ എത്ര കുടുംബ കോടതി ഉണ്ടെന്നറിയാമോ? 35 കുടുംബ കോടതിയാണ്. വലിയ നിയമജ്ഞര് പറയുന്നത് ഓരോ താലൂക്കിലും ഓരോന്നുണ്ടാവണമെന്നാ. കാരണം എന്താണെന്നറിയാമോ? കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നത് കുടുംബ കോടതിയിലാണ്. കോടതി വരാന്തകളിൽ കൂടിയൊക്കെ വല്ലപ്പോഴൊക്കെ നടക്കുന്നത് നല്ലതാണ്. നമ്മുടെ അമ്മമാർ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന, കണ്ണീരൊഴുക്കുന്ന, വേദനിക്കുന്ന, നുറുങ്ങുന്ന അനുഭവങ്ങൾ. ചിലരെന്നോട് ചോദിക്കും, നമുക്ക് എന്താ പറ്റിയത്? ആരാധനയില്ലേ? പ്രാർത്ഥനയില്ലേ? വചനബോധനമില്ലേ? പലപ്പോഴും കേൾക്കുന്ന വചനം, ക്രിസ്തുവിന്റെ സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്നു എന്റെ സുവിശേഷം. കഥകളിലേക്ക് അധികം ഞാൻ പോകുന്നില്ല. വൈദിക സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. എൻ്റെ കൂടെ സീനിയറായിട്ട് പഠിച്ചതാണ് വന്യനായ ജേക്കബ് ജോൺ കോറപ്പിസ്കോപ്പ അച്ഛൻ. പഠിക്കുന്ന കാലത്ത് തന്നെ വളരെ പ്രഗത്ഭനായ ഒരു ഷമ്മാസനായിരുന്നു.
അദ്ദേഹത്തെയൊക്കെ നോക്കി ഊറ്റം കൊണ്ടാണ് ഞാനും ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ മാസത്തിൽ ഒരു പ്രാവശ്യം ജയിലിൽ പോകും. ആഹാ, കൊള്ളാമല്ലോ. നമ്മളവിടെ പോകും. എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ജയിൽ മിനിസ്ട്രി. ഇച്ചിരി പ്രയാസമാണ് ഈ ജയിൽ മിനിസ്ട്രി നടത്തുവാനായിട്ട്. സർക്കാർ അനുമതി ഒന്നും നൽകുന്നില്ല. വളരെ അപൂർവമായിട്ട് വർഷത്തിൽ 1-2 പ്രാവശ്യം നമ്മളെ അനുവദിക്കും. നമ്മുടെ കുട്ടികൾ അവിടെ പോകും. ജയിലിൽ കിടക്കുന്നവരെയൊക്കെ ഒരു ഹോളിലേക്ക് കൊണ്ടുവരും. നമ്മളവിടെ പാട്ട് പാടും, കൗൺസിലിംഗ് കൊടുക്കും, സീസൺ അനുസരിച്ച് നല്ല ഭക്ഷണം കൊടുക്കും. അവർക്ക് സന്തോഷം, നമുക്കും സന്തോഷം. ഒരു ദിവസം ഞങ്ങൾ ഇത് നടത്തി ഇങ്ങോട്ട് വന്ന അവസരത്തിൽ ആ ജയിൽ വാർഡൻ ഞങ്ങളിങ്ങ് വിളിച്ചു. അച്ഛന്മാരിങ്ങോട്ട് വന്നേ. ഞങ്ങൾ പേടിച്ചുപോയി. ദൃഢഗാത്രനായ ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ നോക്കി. ഒറ്റ ചോദ്യം, അച്ഛന്മാരെ, നിങ്ങൾ ഈ തടവുകാരെ കണ്ടോ? തടവുകാരെ കണ്ടു. 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള പുരുഷന്മാരുടെ തടവറയാണ്. അതിൻ്റെ തലയാട്ടണ്ട. സ്ത്രീകൾക്ക് വേറെ തടവറയുണ്ട്, കുട്ടികൾക്ക് വേറെ തടവറയുണ്ട്. ഇന്ന് ജയിലുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഈ ജയിൽ വാർഡൻ ഞങ്ങളെ ഉപദേശിച്ചു. പറഞ്ഞ കാര്യം ഇപ്പോഴും എൻ്റെ കാതുകളിൽ പ്രകമ്പനം കൊള്ളുകയാണ്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ തടവുകാരെ നോക്കുക. ഈ തടവുകാരിൽ 75% വന്നിരിക്കുന്നത് ബ്രോക്കൺ ഫാമിലിയിൽ നിന്നുമാണ്. ആ വാക്ക് വളരെ വേദനിപ്പിക്കുന്നതാണ്. വാക്കിന്റെ പേരെന്താ? ബ്രോക്കൺ ഫാമിലി. അതിന്റെ അർത്ഥം എന്താണ്? തകർന്ന കുടുംബം, ശിഥിലമായ കുടുംബം, ജീർണിച്ച കുടുംബം, പൊട്ടിപ്പാളീസായ കുടുംബം. ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കും, മക്കളും ഉണ്ടായിരിക്കും. എന്നും അടിയും ബഹളവുമാണോ? ബ്രോക്കൺ ഫാമിലി. ഭാര്യയെ ഇട്ടിട്ട് പോയിരിക്കുന്ന കുടുംബമാണോ ബ്രോക്കൺ ഫാമിലി? ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമുണ്ട്. ഭാര്യയും ഭർത്താവും മക്കളെ വേണ്ട രീതിയിൽ പരിശീലിപ്പിക്കാത്ത കുടുംബമാണോ ബ്രോക്കൺ ഫാമിലി? നമ്മുടെ കുടുംബങ്ങൾ തകർന്ന കുടുംബങ്ങളാകുന്നുവോ? ഒരാത്മ പരിശോധനയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ, നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്നുള്ള പ്രത്യാശ പകർന്ന യേശു ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ തകർത്ത് തരിപ്പണമാക്കുവാൻ കഴിയുന്നത്? ക്ഷമിക്കുവാൻ മനസ്സുണ്ടോ? സ്നേഹിക്കുവാൻ മനസ്സുണ്ടോ? ഭാര്യയെ ചേർത്ത് പിടിക്കുവാൻ മനസ്സുണ്ടോ? ഭർത്താവിനെ ചേർത്ത് പിടിക്കുവാൻ മനസ്സുണ്ടോ? ഭാര്യയെക്കുറിച്ച് ഓർമ്മയുണ്ടോ? ഭർത്താവിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? മക്കളെ കുറിച്ച് ഓർമ്മയുണ്ടോ? ആ വാക്ക് ശ്രദ്ധിക്കണം. വേദശാസ്ത്രം ഓർമ്മയെന്ന് പറയുന്നത് പഴയകാലം മാത്രമല്ല. പഴയകാല ഓർമ്മകളെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവന്ന് ഭാവി കാലത്തേക്ക് ചേർത്ത് പിടിക്കുന്നതാണ് ഓർമ്മയെന്ന് പറയുന്നത്. അതാണ് ആ ലിറ്റേർജിക്കൽ കോൺസെപ്റ്റ്, ആരാധനാപരമായ അർത്ഥശാസ്ത്രം. അതാണ്. അതുകൊണ്ടാണ് കുർബാനയിലൊക്കെ ആ പദം നമ്മൾ ഓർപ്പിക്കുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്നുള്ള ആ പദം നമ്മൾ ഓർത്തിരിക്കുന്നതും പഠിക്കുന്നതും. ഒന്നാമത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോക രക്ഷകനായി വന്ന് യേശു ക്രിസ്തുവിനെ ഓർക്കുക. എത്രയോ ഓർമ്മകൾക്കാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. ക്രിസ്തുവിനെ ഓർക്കുവാൻ, ക്രിസ്തുവിന്റെ രക്ഷാകരമായ ദൗത്യത്തെ ഓർക്കുവാൻ, ക്രിസ്തു നമുക്ക് പകർന്നു തന്ന സ്നേഹസ്പർശത്തെ ഓർക്കുവാൻ, ദൈവകൃപയുടെ തണലിനെ ഓർക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഈ പെരുന്നാളിൽ ശാന്തമായി നമ്മൾ ഓർക്കേണ്ടതാണ്. രണ്ടാമതായി എന്താണ് ഓർക്കുവാനായിട്ടുള്ളത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എത്രയോ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ സംക്ഷിപ്തമാണ് ഈ വേദഭാഗം, വേദവിശകലനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷത്തെ ഞാൻ ഓർക്കുന്നത് കൊണ്ട്, ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണ്?
ഞാൻ ദുഷ്പ്രവർത്തിക്കാൻ എന്ന പോലെ ചങ്ങല ധരിച്ച് പീഡനം അനുഭവിക്കുന്നു, ജയിലിൽ കിടക്കുന്നു, കഷ്ടത അനുഭവിക്കുന്നു. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. രണ്ടാമതായി യേശു ക്രിസ്തുവിന്റെ ഓർക്കുന്നത് എങ്ങനെയാണ്? ശുശ്രൂഷകൾക്കായി ആത്മത്യാഗം ചെയ്ത യേശുവിനെ ഓർക്കുക. വളരെ ചെറിയൊരു വാചകത്തിൽ പറയണമെങ്കിൽ ആത്മത്യാഗത്തെ ഓർക്കുക. ആത്മത്യാഗം നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന, നമ്മുടെ അഹങ്കാരത്തെയും ധാർഷ്ട്യത്തെയും കോപത്തെയും ക്രൗര്യത്തെയും മിനിമൈസ് ചെയ്യുന്ന അനുഭവം. ശുശ്രൂഷകൾക്കായി ആത്മത്യാഗം ചെയ്യുന്ന യേശു ക്രിസ്തുവിനെ ഓർക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് ശുശ്രൂഷയുടെ അനുഭവം. യേശു തമ്പുരാൻ തന്നെ പറഞ്ഞൊരു വാക്യമുണ്ട്, ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കുവാനുമായിട്ടത്രേ വന്നിരിക്കുന്നത് മനുഷ്യപുത്രൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ മനോഹരമായ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നവരാണ്. നല്ല അമ്മ എന്ന നിലയിൽ, നല്ല മരുമകൾ എന്ന നിലയിൽ, നല്ല മരുമകൾ എന്ന നിലയിൽ, നല്ല രക്ഷകർത്താക്കൾ എന്ന നിലയിൽ എത്രയോ ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്യുന്നത് എന്നോർത്തിരിക്കണം. യേശു തമ്പുരാന്റെ അടുക്കൽ ഒരു വലിയ പ്രമാണി വന്ന് ചോദിച്ചു, ആരാണ് എൻ്റെ സ്നേഹിതൻ? ആരാണ് എൻ്റെ സ്നേഹിതൻ? നമുക്ക് പലപ്പോഴും സംശയമാണ്. നമ്മളിന്ന് സ്നേഹിതന്മാരെയൊക്കെ കാണുന്നത് എവിടെയാണ്? ഫേസ്ബുക്ക് ഫ്രണ്ടായിട്ടാണ്. നമുക്കറിയാത്ത, നമുക്കൊരു ചിന്തയുമില്ലാത്ത, നമുക്കറിയത്തില്ല. നമ്മൾ വിചാരിക്കും അത് പെൺകുട്ടിയാണ്, നമ്മൾ വിചാരിക്കും അത് ആൺകുട്ടിയാണ്, നമ്മൾ വിചാരിക്കും നമ്മുടെ ഇടവകയിലെ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഇപ്പോഴത്തെ AI ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ നമ്മൾ അറിയത്തില്ല. നമ്മളൊക്കെ ട്രാപ്പിൽപ്പെടുകയാണ്. ഇത് വളരെ പണ്ടൊരു ചോദ്യം ചോദിച്ചു, ഹു ഈസ് മൈ ഫ്രണ്ട്, ഹു ഈസ് മൈ നെയ്ബർ? ആരാണ് എൻ്റെ കൂട്ടുകാരൻ, ആരാണ് എൻ്റെ അയൽക്കാരൻ? പണ്ടത്തെ ചോദ്യം ഇന്നും എൻ്റെ മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി ചുറ്റി കറങ്ങുകയാണ്. നോക്കണം, ഓർമ്മ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനോട് ചോദിച്ച ആ ഓർമ്മ, ആ ചോദ്യം 2026 നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആരാണ് എൻ്റെ സ്നേഹിതൻ, ആരാണ് എൻ്റെ അയൽക്കാരൻ? നമ്മൾ ഭാവിയിലേക്ക് നോക്കുന്നു. നോക്കണം, ആ ഓർമ്മയുടെ ആ കണക്ഷൻ, ആ ദുഃഖറോനോ എന്ന പദത്തിന്റെ ആഴം എന്നുള്ളത്. എൻ്റെ കർത്താവ് ഒരു കഥ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് അതുള്ളത്. നല്ല ശമരിയാക്കാരന്റെ കഥ പറഞ്ഞു. ഒരു മനുഷ്യൻ മുറിവേറ്റു, ഒരു പുരോഹിതൻ വന്നു, ഒരു ലേവ്യൻ വന്നു, ഒരു ശമരിയാക്കാരൻ വന്നു. എന്താ സംഭവിച്ചത് നമുക്കറിയാം. ശമരിയാക്കാരൻ ഈ മനുഷ്യനെ കോരിയെടുത്തു, താങ്ങിയെടുത്തു, സത്രത്തിൽ കൊണ്ടുപോയി അവനെ ശുശ്രൂഷിച്ചു. എത്ര മനോഹരമെന്നറിയാമോ? ക്രൈസ്തവ സഭകളുടെ ശുശ്രൂഷയുടെ മുഖമാണ്. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് പിതാക്കന്മാർ എഴുതിയത്, പള്ളിയോടനുബന്ധിച്ച് നിർബന്ധമായും ഹോസ്പിറ്റൽസ് ഉണ്ടാവണം, സൗഖ്യം പകരുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാകണം. ചർച്ചിനെ കുറിച്ചുള്ള വലിയ നിർവചനം തന്നെ അതാണ്. ചർച്ച് ആസ് ഹോസ്പിറ്റൽ. ശുശ്രൂഷയുടെ അനുഭവം, സൗഖ്യം പകരുന്ന അനുഭവം, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം പകരുന്ന അനുഭവം. പൗലോസ് മാർ ഗ്രിഗോറിയോസിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ തലക്കെട്ട് തന്നെ വളരെ പ്രധാനമാണ്. ഹോളിസ്റ്റിക് മെഡിസിൻ, സമഗ്രമായ മരുന്ന്, ആരോഗ്യം. ഹോളിസ്റ്റിക് ഹെൽത്ത്, ഹോളിസ്റ്റിക് മെഡിസിൻ. നമ്മൾ പലപ്പോഴും നമുക്ക് രോഗമുണ്ടാകുമ്പോൾ ശരീരത്തിന് മാത്രമേ ചികിത്സിക്കൂ. നമ്മുടെ മനസ്സ് മുറിവേറ്റതാ, നമ്മുടെ ബുദ്ധി മുറിവേറ്റതാ, നമ്മുടെ ആത്മാവ് മുറിവേറ്റതാ. ഇത് മെഡിക്കൽ സയൻസിന് അറിയുകയില്ല, ഇത് റോബോട്ടിക് സർജറിക്ക് അറിയുകയില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ എഴുതിയത്, നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ മുറിവ് കെട്ടണം, നമ്മുടെ മനസ്സിന്റെ മുറിവ് കെട്ടണം, നമ്മുടെ ആത്മാവിന്റെ മുറിവ് കെട്ടണം. ഞാൻ പറയും, നമ്മുടെ ബുദ്ധിയുടെ മുറിവ് കെട്ടണം. ഈ മനുഷ്യൻ മുറിവേറ്റവനെ കോരിയെടുത്തു, താങ്ങിയെടുത്തു. എവിടെ കൊണ്ടുപോയി? സത്രത്തിൽ കൊണ്ടുപോയി. കർത്താവിനോട് തന്നെ ചോദിച്ചു. കർത്താവ് അങ്ങോട്ട് ചോദിച്ചു, ഈ മൂവരിൽ ആരാണ് കൂട്ടുകാരനായി തീർന്നത്? വേദപുസ്തകത്തിൽ പല ചോദ്യങ്ങളും
യേശുവിനോട് ചോദിച്ചിട്ടുണ്ട്. പല ചോദ്യങ്ങൾക്കും യേശു കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല. മറുചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു നല്ല അധ്യാപകരോട് ഞാൻ പറയും, നമ്മുടെ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇന്നത്തെ ലോകം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടേതാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. കേരള സർക്കാർ ആവിഷ്കരിക്കത്തില്ലെന്നൊക്കെ നമ്മളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷേ കഴിഞ്ഞ വർഷം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ സ്ഥാപിതമായി. അതുകൊണ്ട് എന്ത് പറ്റി? 3 വർഷം പഠിക്കേണ്ട ഡിഗ്രി 4 വർഷം പഠിക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്ത് പറ്റി? കോളേജുകളിൽ കുട്ടികൾ പഠിക്കുവാനില്ലാതെ പോയി. അവരെല്ലാം ഓരോ വഴിക്ക് പോയി. അത് പോകുന്നതാണ് നല്ലത്. ഓർത്തിരിക്കണം, കർത്താവിനോട് ചോദ്യം ചോദിച്ചു, ആരാണ് എൻ്റെ സ്നേഹിതൻ? കർത്താവ് അങ്ങോട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ 3 പേരിൽ ആരാണ് കൂട്ടുകാരനായി തീർന്നത്? കർത്താവ് ഉത്തരം പറഞ്ഞില്ല. ആരാ ഉത്തരം പറഞ്ഞത്? ന്യായശാസ്ത്രി പറയുകയാണ്. ന്യായശാസ്ത്രിയോട് ചോദിക്കുന്ന അവസരത്തിൽ ആ കോൺവെർസേഷൻ ശ്രദ്ധിക്കണം. അവൻ പറയുന്നു, ഈ മുറിവേറ്റവനെ താങ്ങിയെടുത്തവൻ. കർത്താവ് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്. നീ പോയി അതുപോലെ ചെയ്യുക. യേശു ക്രിസ്തുവിനെ ഓർക്കുമ്പോഴാണ് മുറിവേറ്റവനെ താങ്ങിയെടുക്കുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഹൃദയത്തിൽ ആവഹിക്കുമ്പോഴാണ് മുറിവേറ്റവരെയും രോഗികളെയും വൃദ്ധജനങ്ങളെയും ഒറ്റപ്പെട്ടവരെയും നമുക്ക് ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നത്. കൃപയും സത്യവും നിറയുന്ന അനുഭവം ഉണ്ടാകുന്ന അവിടെയാണ്. നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. വേദനിക്കുന്ന കുടുംബാംഗങ്ങളാ. ചെറിയ ചെറിയ രോഗം വരുമ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു ലോകം. നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഈ പ്രശ്നങ്ങളെ ആരോട് പറയും? ഇനിയും വല്ല റോബോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ ഉണ്ട്. റോബോട്ടിനെ ഓൺ ചെയ്യുക, നമ്മുടെ സങ്കടം പറയുക. ഇപ്പൊ തന്നെ ChatGPT ചോദിച്ചാൽ മതി. നമ്മുടെ പ്രശ്നങ്ങൾ ChatGPT കേട്ടിട്ട് നമുക്ക് സൊല്യൂഷൻ പറയും. ഒന്നും പ്രായോഗികമാക്കിയില്ലേ? വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഷോർട്ട് കട്ടുകളുണ്ട്. ടെക്നോളജി വളർന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തെക്കുറിച്ച് പറയുന്നത്, AI ലോകം, നിർമ്മിത ബുദ്ധി. സത്യമാണെന്ന് തോന്നും, സത്യമല്ല. ശരിയാണെന്ന് തോന്നും, ശരിയല്ല. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കണം. വീണ്ടും വളരെ മനോഹരമായൊരു സംഭവം കൂടി അവിടെ പറയുന്നുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സംഭവം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എല്ലാം ഒന്നൊന്നൊന്നരം സംഭവങ്ങളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തമാണ്. യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് വഴക്കുകൂടി. ആരാണ് വലിയവൻ? ഇന്നത്തെ പ്രശ്നം എന്തുവാ? പള്ളികളിലെ പ്രശ്നം എന്തുവാ? പൊതുയോഗത്തിലെ പ്രശ്നം എന്താ? ആരാണ് വലിയവൻ? ഈ ചോദ്യം പല പ്രാവശ്യം ഉണ്ടായപ്പോൾ നമ്മൾ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. അവിടെ മാത്രമേ ആ സംഭവമുള്ളൂ. യേശു തമ്പുരാൻ എഴുന്നേറ്റു, ഒരു തൂവാലയെടുത്തു, അരയിൽ ചുറ്റി, പാത്രത്തിൽ വെള്ളമെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. യേശുക്രിസ്തുവിനെ അറിയുക, യേശുക്രിസ്തുവിനെ ഓർത്തോളുക, അതാകുന്നതിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസിക്കും നൽകുന്ന ഉത്തരവാദിത്വം കാലുകളെ കഴുകുക എന്നുള്ളതാണ്. 14-ാമത്തെ വാക്യം ഒന്നിച്ച് വായിക്കാമോ? 13-ാം അധ്യായം 14-ാമത്തെ വാക്യം വളരെ ഹൃദ്യമായി എഴുതിയിരിക്കുകയാണ്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകണം. ഇതാകുന്നു എന്റെ സുവിശേഷം. യേശു ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ കാലുകളെ കഴുകുവാൻ നമുക്ക് കഴിയുമോ? താഴേക്ക് ഇറങ്ങി വരുവാൻ കഴിയുമോ? വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ കഴിയുമോ? ഇതാകുന്നു എന്റെ സുവിശേഷം. അത്ഭുത രോഗശാന്തിയും മറുഭാഷ പറയുന്നതും വലിയ ആരവാരങ്ങളൊന്നുമല്ല.
ചേർത്ത് പിടിക്കുന്ന അനുഭവം. ഈ പുസ്തകം ഒന്ന് വായിക്കണം. 13-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ 13-ാം അധ്യായം 1 അത് യേശു ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ഉപമയാണ്, കാണിച്ചു കൊടുക്കുകയാണ്. യേശു ചെയ്ത ഉപമകളൊക്കെ പറയുന്ന ഉപമകളാണ്. പക്ഷെ ഇത് കാണിച്ചു കൊടുത്തു. വെള്ളമെടുക്കുന്നു, കാലുകളെ കഴുകുന്നു. പത്രോസിന്റെ കാല് കഴുകി, യാക്കോബിന്റെ കാല് കഴുകി, യോഹന്നാന്റെ കാല് കഴുകി, അന്ത്രയോസിന്റെ കാല് കഴുകി, യൂദയുടെ കാല് കഴുകി. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകണം. ശുശ്രൂഷയുടെ മുഖം എന്തിനു വേണ്ടിയാണെന്ന് ആ അധ്യായത്തിൽ പറയുന്നുണ്ട്. 34-ഉം 35-ഉം വാക്യത്തിലേക്ക് വരണം. അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. അധ്യായം പഠിക്കുമ്പോൾ ആ അധ്യായത്തിന്റെ ഏറ്റവും കോർ മെസ്സേജ് കിടക്കുന്നത് വേഴ്സ് 34 and 35. എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ ഓർക്കുന്നുവോ? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഭാര്യയും ഭർത്താവിനും തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, മക്കൾക്ക് തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെയാണ് ആത്മത്യാഗമുണ്ടാകുന്ന അനുഭവം. രാഷ്ട്രീയത്തിൽ എന്താ പ്രശ്നം? സമൂഹത്തിൽ എന്താ പ്രശ്നം? ഇടവുകളിൽ എന്താ പ്രശ്നം? ദൈവാത്മാവ് ചോർന്നു പോകുന്നു. അടുത്ത വരി വായിച്ച് കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്നറിയപ്പെടും. ഒരുപക്ഷെ വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ വാക്യം ഇതാണ്. നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുവോ? ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയുന്നുവോ? ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നുവോ? മക്കളെ സ്നേഹിക്കുവാൻ കഴിയുന്നുവോ? പിന്നെ നമ്മൾ ആരാ? പിന്നെ നമ്മൾ കറ്റാനമിടവക്കാരല്ല, പിന്നെ നമ്മൾ മാവേലിക്കര ഭദ്രാസനക്കാരല്ല, പിന്നെ നമ്മൾ ഓർത്തഡോക്സ് സഭാംഗങ്ങളുമല്ല. നമ്മൾ ആരാണ്? കർത്താവിന്റെ ശിഷ്യന്മാരായി തീരുന്നു. സഭകളുടെ പ്രശ്നം എന്താണ്? ഇടവകളുടെ പ്രശ്നം എന്താണ്? കുടുംബങ്ങളുടെ പ്രശ്നം എന്താണ്? നമ്മൾ പലരുടെയും ശിഷ്യന്മാരാണ്. ക്രിസ്തുവിന്റെ ശിഷ്യത്വം പോയി. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് വേണ്ടത് ക്രിസ്തു ശിഷ്യത്വം, ക്രൂശിക്കപ്പെടുന്ന ശിഷ്യത്വം, തകർക്കപ്പെടുന്ന ശിഷ്യത്വം, ഒടിക്കപ്പെടുന്ന ശിഷ്യത്വം, തിരസ്കരിക്കപ്പെടുവാൻ സന്മനസ്സുള്ള ശിഷ്യത്വം. ഇതാണ് നമുക്ക് വേണ്ടത്. കാലുകളെ കഴുകുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഹുങ്കും, നമ്മുടെ എല്ലാ അഹങ്കാരവും, നമ്മുടെ എല്ലാ ധാർഷ്ട്യവും മാറ്റിവെക്കുന്ന അനുഭവമാണ്. വല്ലപ്പോഴൊക്കെ എനിക്ക് ചില ധാർഷ്ട്യങ്ങളും ദേഷ്യങ്ങളും കോപങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്, സ്വാർത്ഥത ഉണ്ടാകാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ സഞ്ചരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ 2 വാർഡുകളിലേക്കാണ്. ഒന്നാമത്തെ വാർഡ് ക്യാൻസർ വാർഡാണ്. അവിടെ കുട്ടികൾക്ക് വേണ്ടി തന്നെ ഒരു വാർഡുണ്ട്. രണ്ടാമത്തെ വാർഡ് 14-ാം വാർഡാണ്. അത് മാനസിക രോഗികളുള്ള വാർഡാണ്. വല്ലപ്പോഴേക്കൊന്ന് സഞ്ചരിക്കുന്നത് നല്ലതാണ്. വലിയൊരു ധ്യാനത്തിൽ കൂടുന്നതിനേക്കാൾ വലിയ അനുഭവമാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ആളുകൾ അടുത്തത് കൂടും. എന്നിട്ട് അവർ പറയും, അച്ഛാ പ്രാർത്ഥിക്കണം. ഒരാളെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ആ വാർഡിലുള്ള എല്ലാവരെയും പ്രാർത്ഥിക്കേണ്ടി വരും. ജീവിതത്തിൽ വലിയൊരു അനുഭവം. സ്വർഗരാജ്യം എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ വാർഡില. ജാതിയില്ല, മതമില്ല, ദേഷ്യമില്ല, കോപമില്ല, ക്രൗര്യമില്ല. എല്ലാവർക്കും എങ്ങനെയും സൗഖ്യം നേടണം. ക്രിസ്തുയേശുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ഈ സുവിശേഷം അറിയിക്കുന്നത് വഴി ഞാൻ ചങ്ങലകൾ ധരിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്നത് വഴി എത്രയോ മനുഷ്യരാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത്, തകർക്കപ്പെടുന്നത്, ഒടയ്ക്കപ്പെടുന്നത്. നമ്മൾ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് തകർന്നു പോകുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കണം, നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും നമ്മൾ മിനിമൈസ് ചെയ്യുമ്പോഴാണ് കാലുകളെ കഴുകുന്ന അനുഭവം. ഞാൻ കോട്ടയത്ത് സഞ്ചരിക്കാറുണ്ട്, നടക്കാൻ പോകാറുണ്ട്. ഒരു ഓട്ടോറിക്ഷയുടെ ബൈക്കിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം
എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഒറ്റ വരിയേ ഉള്ളൂ. ക്യാൻസർ രോഗികൾക്ക് ഈ ഓട്ടോറിക്ഷയിൽ സൗജന്യമാണ്. ഞാൻ 1-2 പ്രാവശ്യം കണ്ടു. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കാത്തിരുന്നു ആ ഓട്ടോറിക്ഷയിൽ കയറുകയുണ്ടായി. എന്താ വാചകം? ക്യാൻസർ രോഗികൾക്ക് യാത്ര സൗജന്യമാണ്. ഞാൻ അതിൽ കയറി കോട്ടയത്ത് നിന്ന് സെമിനാരിയിലേക്ക് സഞ്ചരിച്ചു. ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ക്യാൻസർ രോഗിയാണ് ഇതിനകത്തിൽ കയറുന്നെങ്കിൽ ആ രോഗിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അവിടം വരെ ഞാൻ കൊണ്ടുവിടും. വലിയ പണക്കാരനൊന്നുമല്ല, സാധാരണ മനുഷ്യനാണ്, വലിയ ലാഭങ്ങളൊന്നുമില്ല, വണ്ടി തന്നെ വളരെ പഴക്കമുള്ളതാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം, യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ക്യാൻസർ രോഗികളെ സ്മരിക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് സുവിശേഷം. ഒരൊറ്റ വാചകമാണ്, ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ സുഖവും എത്രയോ സൗഖ്യവും എത്രയോ ലാഭവുമൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ വായിക്കണം, വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് യേശു തമ്പുരാൻ പറയുന്നുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ക്രിസ്തുവിന്റെ സുവിശേഷം എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കേണ്ടതെന്ന്. ഞാനത് വായിക്കുകയാണ്. 35-ാമത്തെ വാക്യവും 36-ാമത്തെ വാക്യവും 25-ാമത്തെ അധ്യായം. അതിന്റെ ആദ്യ ഭാഗത്ത് പോസിറ്റീവായിട്ടും 2-ാമത്തെ ഭാഗത്ത് അത് നെഗറ്റീവായിട്ടും പറയുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഞാൻ വായിക്കുകയാണ്. 35-ാമത്തെ വാക്യം, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എപ്പോഴാ തന്നത്? യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഓർത്തപ്പോൾ, യേശു ക്രിസ്തുവിനെ ഓർത്തപ്പോൾ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഹൃദയത്തിൽ വന്നപ്പോൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ കഴിഞ്ഞു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. പുതിയ ട്രാൻസ്ലേഷൻ വായിക്കണം, അതിഥിയായിരുന്നു. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് റെഫ്യൂജി എന്ന പദമാണ്. അതിന്റെ അർത്ഥം എന്തുവാ? അഭയാർത്ഥിയായിരുന്നു. നമുക്കറിയാം, ലോകത്ത് അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നു. യുദ്ധം വർദ്ധിക്കുന്നിടത്ത്, കുടിയേറ്റങ്ങൾ വർദ്ധിക്കുന്നിടത്ത്, വലിയ ഭീകരാക്രമണം ഉണ്ടാകുന്നിടത്ത് അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു, ഞാൻ അഭയാർത്ഥിയായിരുന്നു, റെഫ്യൂജി. നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ സുന്ദരമായ ഒരു പദം ഇന്ത്യയുടെ ഒരു കോണ്ടസ്റ്റിൽ അങ്ങ് ചേർത്തന്നേ ഉള്ളൂ. അതിഥിയായിരുന്നു. ഇന്ത്യയുടെ കോണ്ടസ്റ്റിൽ അതിന്റെ അർത്ഥം എന്തുവാ? അതിഥി. ദേവോ ഭവ എന്ന സംസ്കൃത വാക്യം മനസ്സിൽ ഓർത്തതുകൊണ്ടാണ് അത് ഭാഷാന്തരപ്പെടുത്തിയപ്പോൾ അതിഥിയായിരുന്നു എന്ന പദമുണ്ടായത്. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. ഇതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം, ഒറ്റപ്പെട്ടവരുടെ അടുക്കൽ, തിരസ്കരണം പറ്റിയവരുടെ അടുക്കൽ, ലാസ്റ്റ്, ലീസ്റ്റ്, അൻലോസ്, തള്ളപ്പെട്ടവർ, ദരിദ്രർ, ഏകാന്തത അനുഭവിക്കുന്നവർ, അവരെ അടുക്കിലേക്ക് പോകുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് കഴിയുന്നത്. 2-ാമത്തെ ഭാഗ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശുശ്രൂഷകൾക്കായി ആത്മത്യാഗം ചെയ്ത യേശുവിനെ ഓർക്കുക, അല്ലെങ്കിൽ ആത്മത്യാഗത്തെ ഓർക്കുക. ആത്മത്യാഗം ഓർക്കുക എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റ് ഈവന്റ് ആണ്, അതേസമയം അതൊരു പ്രസന്റ് ആണ്, അതേസമയം അതൊരു ഫ്യൂച്ചറാണ്. കഴിഞ്ഞ കാലത്തെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവന്ന് ഭാവി കാലത്തേക്ക് ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് ഓർക്കുക എന്ന് പറയുന്ന അനുഭവം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ, നമ്മളൊക്കെ സജീവരായിരിക്കുന്നത് തന്നെ കൊച്ചു കൊച്ചോർമ്മകളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല നല്ല ഓർമ്മകൾ, പ്രകാശം പരത്തുന്ന ഓർമ്മകൾ, ജീവൻ പകരുന്ന ഓർമ്മകൾ, നമ്മെ ത്വരിതപ്പെടുത്തുന്ന ഓർമ്മകൾ, നമ്മെ സ്പന്ദിപ്പിക്കുന്ന ഓർമ്മകൾ, ഈ ഓർമ്മകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ജീവിതം തന്നെ വരണ്ടു പോകുന്നത്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? എത്രയോ പ്രയാസങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ഓരോ ദിവസവും നമ്മൾ അഭിമുഖീകരിക്കുന്നു.
നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓർമ്മകളാണ്. നല്ല നല്ല ഓർമ്മകൾ, വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ഓർമ്മകൾ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്നുള്ള ആരാധനയുടെ പശ്ചാത്തലത്തിലുള്ള ഓർമ്മകളുടെ അനുഭവം നമ്മൾ മറന്നു പോകരുത്. മൂന്നാമതായി, ഈ ഓർമ്മകൾ, ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മൾ ഓർത്തിരിക്കണം. കാൽവരിയിൽ ജീവൻ പകർന്ന് യേശുവിനെ ഓർത്തുകൊള്ളുക. കാൽവരിയിൽ ജീവൻ പകർന്ന് യേശുവിനെ ഓർത്തുകൊള്ളുക. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോഴാണ് നമ്മൾ സ്തെഫാനോസ് സഹോദരിയെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടത്. കാൽവരിയിൽ മരിച്ചു, ക്രൂശിൽ യാഗമായി തീർന്നു, രക്തം ധാരധാരിയായി ഒഴുകി, ജീവൻ പകരുന്ന ആ രക്തത്തുള്ളുകൾ നമ്മളെ ശുദ്ധീകരിച്ചു, നമ്മളെ വെടിപ്പാക്കി, പാപ വിമോചനം നൽകി. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. കാൽവരിയിൽ ജീവൻ പകർന്ന് യേശുവിനെ ഓർക്കുക. പൗലോസ്ലീഹയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പൗലോസ്ലീഹ നമുക്കറിയാം ആ സംഭവങ്ങൾ. അദ്ദേഹം ശൗലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ആരെയാണ്? ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു. സ്തെഫാനോസിനെ കല്ലെറിയുവാൻ കൂട്ടുനിന്നു. അവിടെ പണ്ഡിതന്മാര് പറയുന്നത്, സ്തെഫാനോസ് കല്ലെറിയപ്പെട്ടില്ലായിരുന്നെങ്കിൽ, സ്തെഫാനോസ് സഹത ആയിരുന്നില്ലെങ്കിൽ, സ്തെഫാനോസ് കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ സഭയ്ക്ക് ആരെ കിട്ടുകയില്ലായിരുന്നു? പൗലോസിനെ കിട്ടുകയില്ലായിരുന്നു. ചില തിന്മകൾക്കകത്തൂടെ ചില നന്മകൾ ഉണ്ടാകുന്നതാ. അവിടെയാണ് ശൗൽ രൂപാന്തരപ്പെട്ടു, ശൗൽ പുതുക്കപ്പെട്ടു, ശൗൽ പൗലോസായി. ക്രിസ്തീയ ദൗത്യം, ക്രിസ്തീയ സുവിശേഷം ലോകത്തറിയിച്ചു. ഇവിടെ നമ്മൾ വായിക്കണം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ യേശുവിനെ ഓർക്കുന്നു. 4 കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ യേശുവിനെ ഓർക്കുന്നു. യേശുവിനെ ഓർക്കുമ്പോൾ എന്തെല്ലാമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നു. അദ്ദേഹം 1-ാമത് പറയുന്നു, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ മാത്രമേ അത് പറ്റൂ. നമ്മുടെ പള്ളിയിലൊക്കെ, സഭകളിലൊക്കെ, സമൂഹത്തിലൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആരാണ് കേമൻ വിട്ടുകൊടുക്കുമോ? നമ്മള് യാതൊരു തരത്തിലും. പൗലോസ്ലീഹ യേശു ക്രിസ്തുവിനെ ഓർത്തു, സുവിശേഷത്തെ ഓർത്തു. അദ്ദേഹം അത് ഓർത്തപ്പോൾ അദ്ദേഹം പറയുന്നു, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. നമ്മളൊക്കെ ജീവിതത്തിൽ വളരെ ചെറിയ മനുഷ്യരാ. ഈ കറ്റാനത്തും ഈ ദേശത്തുമൊക്കെ ഈ ഭദ്രാസനത്തിലുമൊക്കെ എത്ര കാലം ജീവിക്കാൻ പറ്റും? 60 വയസ്സ് കഴിഞ്ഞെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. 70 വയസ്സ് കഴിഞ്ഞ് കുറെ കൂടി മഹത്വപ്പെടുത്തണം. 80 വയസ്സ് കഴിഞ്ഞെങ്കിൽ 24 വയസ്സ് മഹത്വപ്പെടുത്തണം. 90 ആവുന്നെങ്കിൽ ഓർത്തിരിക്കണം, ജ്ഞാനവാർദ്ധക്യമാണ്. ഓർത്തിരിക്കണം, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. 2-ാമത് അദ്ദേഹം ഓർക്കുകയാണ്. ആ ഓർമ്മ ശ്രദ്ധിക്കണം. ദൈവസഭയെ ഉപദ്രവിച്ചവൻ, ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ചവൻ. ഇതാണ് പൗലോസ്ലീഹയുടെ ഓർമ്മ. ഇതാണ് സുവിശേഷത്തെ കുറിച്ചുള്ള ഓർമ്മ. ഇത്തരം ഓർമ്മകളാണ് നമുക്കുണ്ടാകേണ്ടത്. കുടുംബങ്ങളിലൊക്കെ വല്ലപ്പോഴും നമ്മൾ ഈ ഓർമ്മകൾ ഉണ്ടാവണം. ഒരു ധ്യാനം കഴിയുമ്പോൾ, ഒരു പ്രസംഗം കഴിയുമ്പോൾ, ഒരു കഷ്ടാനുഭവാഴ്ച കഴിയുമ്പോൾ, ഒരു പെരുന്നാൾ കഴിയുമ്പോൾ ഈ ഓർമ്മ നമ്മളെ ത്വരിതപ്പെടുത്തണം. ദൈവസഭയെ ഉപദ്രവിച്ചവൻ, കുടുംബത്തെ ഉപദ്രവിച്ചവൻ, വ്യക്തികളെ ഉപദ്രവിച്ചവൻ. ആരും തന്നെ അങ്ങനെ ആവരുത്. പൗലോസ്ലീഹ ആ ഉപദ്രവത്തെ കുറിച്ച് ഓർക്കുകയാണ്. 3-ാമത് അദ്ദേഹം പറയുകയാണ്, അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. പൗലോസ്ലീഹ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ ഓർത്തപ്പോൾ, സുവിശേഷത്തെ ഓർത്തപ്പോൾ വിളിച്ചു പറയുകയാണ്, അപ്പോസ്തലൻ എന്ന പേരിനും ഞാൻ യോഗ്യനല്ല. നമ്മളൊക്കെ 13-ാമത്തെ അപ്പോസ്തലനായിട്ടും സഭയുടെ അസ്ഥിവാരം ഉറപ്പിച്ച വലിയ വേദശാസ്ത്രജ്ഞനായിട്ടും സ്ലീഹ ആയിട്ടുമൊക്കെ നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ അപ്പോസ്തലൻ. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? അയക്കപ്പെട്ടവൻ. കറ്റാനമ്പള്ളിയിൽ എല്ലാവർക്കും നല്ല വേദബോധമുണ്ട്. അയക്കപ്പെട്ടവൻ. ഞാൻ അപ്പോസ്തലൻ എന്ന വിശേഷണത്തിന് യോഗ്യനല്ല. കാരണം എന്താണ്? ഞാൻ
എല്ലാവരെയും ഉപദ്രവിച്ചു. അപ്പോസ്തലന്മാരിൽ ചെറിയവനാണ്. അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെയാണ്. നാലാമതൊരു കാര്യം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും അത് ഓർത്തിരിക്കണം. അദ്ദേഹം പറയുകയാണ്, ഞാനാകുന്നത് ദൈവകൃപയാൽ മാത്രം. ഞാനിവിടെ നിൽക്കുന്നത് ദൈവകൃപയാൽ മാത്രം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ദൈവകൃപയാൽ മാത്രം. പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട്, പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, പലരെയും ആക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളികളിലൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. എന്തൊരു യുദ്ധമാണ്, എന്തൊരു പ്രതിസന്ധികളാണ്. ഇവിടെയാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാനായിരിക്കുന്നത് ദൈവകൃപയിൽ മാത്രം. എൻ്റെ പണമോ, എൻ്റെ അധികാരമോ, എൻ്റെ പ്രൗഢിയോ, എൻ്റെ ബാങ്ക് ബാലൻസോ, എൻ്റെ എസ്റ്റേറ്റോ, എൻ്റെ മക്കളോ, എൻ്റെ അധികാരങ്ങളോ അല്ല. ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം. ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇതാണ് സുവിശേഷം, ഇതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മ. നമ്മളെ ത്വരിതപ്പെടുത്തുകയാണ്, ഇത് നമ്മളെ സജീവമാക്കുകയാണ്, ഇത് നമ്മളെ പരിവർത്തനം ചെയ്യിപ്പിക്കുകയാണ്, ഇത് നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഈ ഓർമ്മയുടെ നുഴഞ്ഞുകയറ്റം, സജീവത, ചലനാത്മകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, കാൽവരിയിൽ ജീവൻ പകർന്ന് യേശുവിനെ ഓർത്തുകൊള്ളുക. നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. ആരുടെ പേരിൽ? സ്തെഫാനോസ് സഹദായുടെ പേരിൽ. എന്തുകൊണ്ടാണ് ഈ പെരുന്നാൾ വർഷങ്ങളായി ഇവിടെ ആഘോഷിക്കുന്നത്? യേശുവിനെ ഓർത്ത, സുവിശേഷം ഓർത്ത ഒരു വലിയ സഹദായാണ് നമ്മൾ സ്മരിക്കുന്നത്. ഞാൻ പറയുകയുണ്ടായി, അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലുമായിട്ട് സ്തെഫാനോസ് സഹദായെക്കുറിച്ച് ഏകദേശം എത്ര വാക്യങ്ങളുണ്ട്? 80-ൽ അധികം വാക്യങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഇവിടുത്തെ നോട്ടീസിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ മുഖത്തിൽ എഴുതിയിരിക്കുന്നത് 4-ാമത്തെ തുബദയിലെ ഒരു വാചകമാണ്. ഷമ്മാശന്മാരിൽ പ്രധാനി, സഹദേന്മാരിൽ മുമ്പൻ, പരിശുദ്ധൻ, മഹത്വമുള്ളവൻ. ഇത്ര വലിയ സഹദായെ കുറിച്ചുള്ള ഈ ഓർമ്മ നമ്മുടെ എല്ലാ പള്ളികളിലും ആഘോഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രമാത്രം വേദ അടിത്തറയുള്ള മറ്റൊരു സഹദായുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓർക്കുന്നത്, ഷമ്മാശന്മാരിൽ പ്രധാനി, സഹദേന്മാരിൽ മുമ്പൻ, പരിശുദ്ധൻ, മഹത്വമുള്ളവൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ആയിത്തീർന്നത്? ഉജ്ജ്വല പ്രഭാഷകൻ, ഉജ്ജ്വലമായ പ്രഭാഷണം. ഞാനൊരു അപേക്ഷ വെച്ചാൽ നിങ്ങൾ സ്വീകരിക്കാമോ? നാളെ പെരുന്നാളിൽ പങ്കുചേരുകയാണ്. ഇന്ന് സമാപന കൺവെൻഷൻ യോഗമാണ്. നാളെ മറ്റന്നാളൊക്കെ ഇവിടുത്തെ വലിയ പെരുന്നാളാണ്. ഈ പെരുന്നാളിൽ, ഈ റാസയിൽ പങ്കുചേരുന്നതിന് മുമ്പ് അപ്പോസ്തല പ്രവർത്തികൾ 6-ഉം 7-ഉം 8-ഉം 8-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും വായിച്ചാൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മുടെ ഹൃദയത്തിലേക്ക് ആവഹിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഉജ്ജ്വല പ്രഭാഷകനാണ്. അതാണ് ആ പ്രഭാഷണം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 7-ാമത്തെ അധ്യായത്തിലാണ്. വേദശാസ്ത്രമാണ്. അതാണ് ആ ഓർമ്മ, സ്തെഫാനോസിന്റെ ഓർമ്മ. ആ സ്തെഫാനോസിന്റെ ഓർമ്മ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മ പഴയ നിയമ വേദഭാഗങ്ങളിൽ കൂടി, സുവിശേഷങ്ങളിൽ കൂടി വ്യാഖ്യാനിച്ച് സമകാലികമായി സമർത്ഥിക്കുന്നതാണ് 7-ാമത്തെ അധ്യായം. വായിക്കുമ്പോൾ അത് മനസ്സിലാകും. വിശ്വാസ സംരക്ഷകനായ സ്തെഫാനോസിനെ കുറിച്ചാണ്. ഇത് വായിക്കുന്ന അവസരത്തിലാണ് ചില കാര്യങ്ങൾ ഇന്നത്തെ ചില കാര്യങ്ങളുമായിട്ട് ചേർത്ത് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ സ്തെഫാനോസ് പ്രസംഗിച്ചു, ഉജ്ജ്വലമായി പ്രസംഗിച്ചു. പക്ഷേ സ്തെഫാനോസിനെ കുറിച്ച് അസൂയുണ്ടായി. സ്തെഫാനോസിനെ കുറിച്ച് വലിയ അസൂയ അങ്ങ് മൂത്തു. നമ്മളെക്കുറിച്ച് നാട്ടുകാർക്ക് ഇച്ചിരി അസൂയ ഉണ്ടായാൽ എന്താ? കഷ്ണം കഷ്ണമാക്കി വിടും, ഫേസ്ബുക്കിൽ തകർത്തു വിടും, വാട്സപ്പിൽ ഒടിച്ചു വിടും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം ലോകത്തെ അറിയിച്ചപ്പോൾ ഉജ്ജ്വലമായ പ്രഭാഷണം, ഒന്നാന്തരം വേദവ്യാഖ്യാനം, പഴയ പുതിയ നിയമങ്ങളെ സമന്വയിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായ വേദവിശകലനം. ആർക്കൊക്കെയാണ്
ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയാമോ? അവിടെ പറയുന്നുണ്ട് 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. യഹൂദന്മാർ എന്ത് ചെയ്തു? മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി. ഒന്നാം തരം വാക്യമാണ്. പള്ളികളൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്താണ്? യോഗം കൂടും. ചിലപ്പം വലിയ ഹോട്ടലുകളിലായിരിക്കും, ചിലപ്പോൾ വാട്സപ്പ് യോഗങ്ങൾ കൂടും. ജനത്തെ ഇളക്കും, ജനത്തെ ഒരുമിപ്പിക്കും, ജനത്തെ സംഘടിപ്പിക്കും. സഭയൊക്കെ നേടുന്ന വലിയ പ്രശ്നം ഇതാണ്. സഭ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളും സമകാലിക ഇടപെടലുകളുമൊക്കെ ഇങ്ങനെ അധികാരികളെ ഇളക്കും. ഇവിടെ ആരാ അധികാരികള്? മൂപ്പന്മാര്, ശാസ്ത്രിമാര്. പാവങ്ങള് അവിടെ പ്രാർത്ഥിച്ചും വേദവാഖ്യാനം ഒക്കെ നടത്തി അവരിയ്ക്കുകയായിരുന്നു. അവർ സ്തെഫാനോസിന്റെ പ്രസംഗമൊന്നും അങ്ങനെ കേൾക്കുകയും അർത്ഥം മനസ്സിലാക്കുകയൊന്നും ചെയ്തില്ല. യഹൂദന്മാർ എന്ത് ചെയ്തു? ഉറങ്ങിക്കിടന്ന്, എൻ്റെ ഭാവനയിൽ കൂടിയാണ്, ഉറങ്ങിക്കിടന്ന് മൂപ്പന്മാരെയും വേദ പണ്ഡിതന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി. വേദപുസ്തകത്തിൽ നോക്കണം, 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇന്ന് ഈ ഇളക്കത്തിൻ്റെ ഒരു കാലമാണ്. ഇളക്കത്തിൻ്റെ ഒരു കാലം. ഒരാളെ തകർക്കണമെന്ന് വിചാരിച്ചാൽ ടെക്നോളജി അവിടെയുണ്ട്. പുതിയ ടെക്നോളജിയിൽ നമുക്കറിയാം, ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നു, ഇച്ചിരി ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വലിയ പ്രഗത്ഭനായ ആൾ പ്രസംഗിക്കുന്ന രീതിയിലാക്കുവാൻ കഴിയും. പരമല തിരുമേനിയെ തന്നെ ഇവിടെ നിർത്തി കറ്റാനത്തെ പ്രഭാഷണം നടത്തുവാനായിട്ട് സാധിക്കും. മാർത്തോമാ ശ്ലീഹായെ തന്നെ ഇറക്കി ഈ കൺവെൻഷൻ അവതരിപ്പിക്കുവാൻ കഴിയും. ഈ വർഷത്തെ ക്രിസ്മസിന്റെ കാർഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയായിരുന്നല്ലോ. കൊച്ചു കൊച്ചു റീൽസിന്റെ കാലമാണല്ലോ. കാര്യം നമ്മൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ അത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ വായിച്ചു, റീൽസ് കണ്ട് ഒരപ്പച്ചൻ മരിച്ചു പോയെന്ന്. അവിടെ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് സമയം കൊടുത്ത് റീൽസ് കാണാവൂ. ഏത് വിഷയമാണോ കാണുന്നത്? ഇങ്ങനെ ചങ്ങല ധരിച്ച് സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഒന്നിന് പിന്നാലെ ഒന്നായി ഇങ്ങനെ കാണും. അതുകൊണ്ടാണ് ഭർത്താവിനെ ഭാര്യ വിളിച്ചാൽ ഭക്ഷണം കഴിക്കാൻ വാ, തണുത്തു പോകുന്നു. റീൽസ് വിടത്തില്ല. പിള്ളേരെ നോക്കുക, ഭക്ഷണം വെച്ചിട്ട് വിളിച്ചു നോക്കിയേ, റീൽസിൽ ബന്ധിതമായി. ഇന്ന് റീൽസിൽ അടിമപ്പെടുന്നു, ഇന്റർനെറ്റിന് അടിമപ്പെടുന്നു. ഇങ്ങനെ ഇളക്കത്തിന്റെ കാലം. 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ രണ്ടാമത് പറയുന്നു, കള്ളസാക്ഷികളെ നിരത്തി. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓർമ്മയാണ് ഞാൻ പറഞ്ഞത്. ഈ ദുഃഖ്രോനോ സ്തെഫാനോസിനെ കുറിച്ചുള്ള ഓർമ്മ, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മ സെയിമാണ് ഇപ്പൊ നടക്കുന്നത്. കള്ളസാക്ഷികളെ നിർത്തി. ദൈവത്തെ ഓർത്ത് വാട്സാപ്പിലൊന്നും മെസ്സേജ് അയക്കരുത് കേട്ടോ. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ അതൊക്കെ റീടേക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ജീവിതത്തെ കട്ടപ്പുകയാക്കുന്നതാണ് ഈ ടെക്നോളജി. ഒത്തിരി സാധ്യതകളുണ്ട്, പക്ഷെ ജീവിതത്തെ വളരെ വട്ടപൂജ്യമാക്കുന്നതാണ് ടെക്നോളജി. കള്ളസാക്ഷികളെ നിർത്തി. നോക്കുക എന്താ പറഞ്ഞത്? 6:13 വീണ്ടും പറയുന്നു, മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറഞ്ഞു. മോശയെക്കുറിച്ച് പ്രസംഗിച്ചു, ന്യായപ്രമാണത്തെക്കുറിച്ച് പ്രസംഗിച്ചു, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഇവ തമ്മിൽ ബന്ധിപ്പിച്ചു. പക്ഷെ വ്യാഖ്യാനിച്ചവരെന്ത് പറഞ്ഞു? മോശയ്ക്കും ദൈവത്തിനും എതിരായി വിരോധമായി ദൂഷണം പറഞ്ഞു. വീണ്ടും അവിടെ പറയുന്നു 14-ാമത്തെ വാക്യം 6-ാമത്തെ അധ്യായം. മോശ പഠിപ്പിച്ച പൈതൃകം മാറ്റിക്കളഞ്ഞു. വസ്തുത ഇതെല്ലാം എന്താണ്? ഇതെല്ലാം വ്യാഖ്യാനങ്ങളാണ്. സ്തെഫാനോസ് സഹോദരനെതിരെയുള്ള ആരോപണങ്ങളാണ്. ഞാനും നിങ്ങളും ഇന്നീ കാലികമായി അഭിമുഖീകരിക്കുന്നത് ഇത്തരം ആരോപണങ്ങളുടെ കാലഘട്ടത്തിലാണ്. എത്രയോ ആരോപണങ്ങളാണ് നമുക്ക് നേരെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്, ഇന്നത്തെ ഈ ലോകം എന്ന് പറയുന്നത്, ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം, പോസ്റ്റ് ട്രൂത്ത് ഇറ. ഏതാ വാക്ക്? പോസ്റ്റ് ട്രൂത്ത് ഇറ. വലിയ പണ്ഡിതന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് തട്ടുന്നത് കാണാം. മലയാളത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സത്യാനന്തര കാലം. ഈ പഠനമൊക്കെ ഉണ്ടായത് ഇപ്പോഴൊന്നുമല്ല.
അതിലെ ആദ്യത്തെ പുസ്തകം എഴുതിയത് തന്നെ ഈ 2004 അമേരിക്കയിലെ ഒറിഗോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 75 വയസ്സ് കാണും. റാൽഫ് കെയ്സ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ ഇതാണ്, ദ പോസ്റ്റ് ട്രൂത്ത് റാം, ഡിസ്ഹോണസ്റ്റി ആൻഡ് ഡിസിപ്ഷൻ. 2004 എഴുതിയത്. പക്ഷെ അതൊക്കെ ഇങ്ങനെ കറ്റാനത്തും മാവേലിക്കരയും കോട്ടയത്തും വന്നപ്പോൾ 2020 കഴിഞ്ഞു. അപ്പോൾ വരാനിരിക്കുന്നതൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. വരാൻ സമയമെടുക്കും. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ഈ കാലത്തെക്കുറിച്ച് പറയുന്നത് സത്യാനന്തര കാലം. എന്നിട്ട് അതിന്റെ വിവരണം ഇങ്ങനെയാണ്, സബ് ഹെഡിങ് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുകയാണ്, നേരുകേടിന്റെയും കൃത്രിമത്തിന്റെയും കാലം. ആ 2 വാക്ക് ശ്രദ്ധിക്കണം. ഡിസ്ഹോണസ്റ്റി ആൻഡ് ഡിസിപ്ഷൻ. ഡിസ്ഹോണസ്റ്റി, നേരുകേട്, നെറികേട്. ഡിസിപ്ഷൻ, കൃത്രിമത്വം, തെറ്റിദ്ധാരണ. നോക്കണം, ഓർമ്മയെ 2025 നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. സ്തെഫാനോസിനെതിരെ സത്യാനന്തര സിദ്ധാന്തം അവതരിപ്പിച്ചോ, അധികാരികളെ ഇളക്കി, തെറ്റായ വിവരണങ്ങൾ നൽകി. നോക്കണം, എന്തോ ഒരു നേരുകേട്, എന്തോ ഒരു നെറികേട്, എന്തോ ഒരു കൃത്രിമത്വം, എന്തോ ഒരു തെറ്റിദ്ധാരണ. ഇന്ന് നടക്കുന്നതൊക്കെ ഇതാണ്. നമ്മുടെ മുന്നിൽ വാട്സാപ്പിൽ എത്തിച്ചേരുന്ന ചില സന്ദേശങ്ങളൊക്കെ ഉണ്ടോ? നമ്മൾ കാണുന്നു, ഒറ്റയടിക്ക് 10 ഫോർവേഡ് ചെയ്യും. ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. സത്യാനന്തരകാലം, ടെക്നോളജിയുടെ കാലം. അതുകൊണ്ടാണ് ഈ ലോകം എന്ന് പറയുന്നത് ഫേക്കിന്റെ കൾച്ചറാണ്. വ്യാജ ചിത്രങ്ങൾ, വ്യാജ വീഡിയോകൾ, വ്യാജ പരസ്യവാചകങ്ങൾ. ദ ഏജ് ഓഫ് ഫേക്ക്, ദ ഏജ് ഓഫ് ഡീപ് ഫേക്ക്. ആഴമായ ഫേക്കിന്റെ കാലം. പെയ്ഡ് ന്യൂസ്, കാശൊക്കെ കൊടുത്തിട്ട് വലിയ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. പത്രത്തിൽ മാത്രമല്ല, അത് ടെലിവിഷൻ ചാനലുകളുണ്ട്. ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന ആരാന്നറിയാമോ? ഈ കൊച്ചു യൂട്യൂബേഴ്സാണ്. പെയ്ഡ് ന്യൂസ്. വലിയ വാർത്തകളും വൃത്താന്തങ്ങളും ഒക്കെ വക്രീകരിച്ച്, വളച്ചൊടിച്ച്, തകർത്ത് തരിപ്പണമാക്കി അവതരിപ്പിക്കുന്നു. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സ്തെഫാനോസിനെ കുറിച്ച് ഫേക്ക് ന്യൂസ് കൊടുത്തു, പെയ്ഡ് ന്യൂസ് കൊടുത്തു, വളരെ കൃത്യമായ പോസ്റ്റ് ട്രൂത്ത് കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഓർമ്മ വർത്തമാനകാലത്തേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ഭാവി കാലത്തേക്ക് അത് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല അധികമായി. അതുകൊണ്ട് ഓർത്തിരിക്കണം, സ്തെഫാനോസ് പീഡനമേറ്റു. സ്തെഫാനോസ് കല്ലേറ് സംഭവിച്ചു. കറ്റാനമ്പള്ളിയുടെ ഫ്രണ്ടിൽ മനോഹരമായ ഒരു കുരിശ് സൗധമുണ്ട്. അവിടെ കാണുന്ന ചിത്രം എന്താണ്? മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സ്തെഫാനോസിന്റെ ചിത്രമാണ്. അവിടെയും ഇവിടെയെല്ലാം രക്തക്കറകളുണ്ട്, മുറിവുകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസ് പറഞ്ഞത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നതിനാൽ ഒരു ക്രിമിനലിനെ പോലെ, ദുഷ്പ്രവർത്തിക്കാരനെ പോലെ ചങ്ങല ധരിച്ചിരിക്കുന്നു. ആദ്യം ഈ ചങ്ങലയും ഈ പീഡനവും ഈ ഏറുമേറ്റത് ഏതാണ്? സ്തെഫാനോസ് സഹതായാണ്. അദ്ദേഹം ഓർക്കുകയാണ്, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ദുഷ്പ്രവർത്തിക്കാരനെ പോലെ പീഡനമേറ്റിരിക്കുന്നു, ചങ്ങലയേറ്റിരിക്കുന്നു, തടവറ ഏറ്റിരിക്കുകയാണ്. ഈ ആരോപണങ്ങളിൽ അതാണ് ഈ രാത്രിയിൽ നമ്മൾ ഓർക്കേണ്ടത്. അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവിന്റെ സുവിശേഷം സ്തെഫാനോസ് എങ്ങനെയാണ് അറിയിച്ചത്? ക്രിസ്തുവിന്റെ സുവിശേഷം പൗലോസ് ശ്ലീഹ എങ്ങനെയാണ് അറിയിച്ചത്? സ്തെഫാനോസ് അറിയിക്കുന്നത് എങ്ങനെയാണ്? ആ വേദനകളിൽ, ആരോപണങ്ങളിൽ, പ്രത്യാരോപണങ്ങളിൽ, പീഡനങ്ങളിൽ, കല്ലേറുകളിൽ സ്തെഫാനോസ് സഹദാ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, അതാണ് സുവിശേഷം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. വേദനകളുടെ നടുവിൽ, അപഹാസ്യങ്ങളുടെ നടുവിൽ, തിരസ്കരണങ്ങളുടെ നടുവിൽ ഈ വലിയ ശക്തികളോടൊക്കെ നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റുമോ? ഒരു സംഘം ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ നമ്മളെ വട്ടപൂജ്യമാക്കാം. ഇതാണ് ഇന്ന് കണ്ടുമുട്ടുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരും സഭാ നേതാക്കന്മാരും സാമൂഹിക നേതാക്കന്മാരും വീടിനകത്തിരിക്കുന്ന കൊച്ചു കൊച്ചു മനുഷ്യരും ഒക്കെ അനുഭവിക്കുന്ന ഈ പീഡനമാണ്.
ഈ പീഡനത്തെ അതിജീവിക്കാൻ പറ്റത്തില്ല. വലിയ പ്രതിസന്ധിയാ. നോക്കണം, പൗലോസ്ലീഹായും സ്തെഫാനോസ് സഹോദരനും വലിയ പീഡനങ്ങൾ ഏറ്റു. പക്ഷെ സ്തെഫാനോസ് സഹോദരൻ എന്ത് ചെയ്തു? ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. 7-ാം അധ്യായം 59-ാമത്തെ വാക്യം, കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. സ്തെഫാനോസ് സഹോദരന്റെ പ്രാർത്ഥനയും യേശുവിന്റെ ക്രൂസിലെ പ്രാർത്ഥനയൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കണം. സമാനമാണ്. കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. 7-ാം അധ്യായം 60-ാമത്തെ വാക്യം, കർത്താവേ ഈ പാപം നിർത്തരുതേ. യേശു തമ്പുരാൻ കാൽവരിയിൽ പ്രാർത്ഥിച്ചതാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തെഫാനോസ് സഹോദരന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ ക്ഷമയുടെ ആത്മാവാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ പ്രാർത്ഥനയുടെ ആത്മാവാണ് നമുക്കുണ്ടാവേണ്ടത്. അവിടെയാണ് ഈ പെരുന്നാൾ ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. അവിടെയാണ് ഈ പെരുന്നാൾ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തന്നെ ഒരു വാക്യം പറയുന്നുണ്ട്. അത് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. വളരെ മനോഹരമാണ്. വായിക്കണം, പഠിക്കണം. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. സ്തെഫാനോസ് സഹോദരൻ പകർന്നതാണ്, പൗലോസ്ലീഹ പകർന്നതാണ്. യേശു തമ്പുരാന്റെ സുവിശേഷം അതാണ്. സഭ ലോകത്തിന് നൽകുന്ന സുവിശേഷം അതാണ്. കറ്റാനം കൺവെൻഷൻ സമൂഹത്തോട് വിളിച്ചു പറയുന്ന സന്ദേശം അതാണ്. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. തിരസ്കരണങ്ങളിൽ ക്ഷമിക്കുവാനുള്ള അനുഭവം. റെക്കൺസിലിയേഷൻ എന്ന പദം എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? നമ്മൾ വലിയ കട്ടിയായ പദങ്ങൾ വെച്ചാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അനുരഞ്ജനം. പലർക്കും ആ വാക്ക് കേൾക്കുന്നത് അത്ര ഇഷ്ടമില്ല. അനുരഞ്ജനം. കൊച്ചുവാക്ക് പറഞ്ഞു നോക്കി, ക്ഷമിക്കുവാനുള്ള അനുഭവം. അതുകൊണ്ട് ഈ സ്തെഫാനോസ് സഹോദരന്റെ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ഗ്രാമത്തിലെ, നമ്മുടെ ഇടവകയിലെ ഒരു കുടുംബവും പോർവിളി നടത്തരുത്. അനേകം ആളുകളാണ് മദ്യപാനത്തിന് അടിമകളാവുന്നത്. പാടില്ല. ഇപ്പൊ ഡയൽ ചെയ്താ വീട്ടിൽ കൊണ്ടുതരും. സർക്കാരിന് ആഗ്രഹം കുടുംബങ്ങൾ നശിക്കണമെന്നാണ്. മെഡിക്കൽ കോളേജിന് ആഗ്രഹം കുടുംബം നശിക്കണമെന്നാണ്. എങ്കിലല്ലോ ആളുകളെ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റൂ. ഞാൻ തന്നെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഇടവകളിൽ സ്ത്രീകളാണോ കൂടുതൽ പുരുഷന്മാരാണോ? കറ്റാനം പള്ളിയിലെ യുവജന പ്രസ്ഥാനമോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം പഠിക്കണം. ഈ ഇടവകയിൽ സ്ത്രീകളാണോ കൂടുതൽ പുരുഷന്മാരാണോ? അല്ലെങ്കിൽ ഭാര്യയാണോ കൂടുതൽ ഭർത്താവാണോ? എന്തായിരിക്കും ഉത്തരം? പുരുഷന്മാരുടെ എണ്ണം പല ഇടവകളിലും ഇല്ല. അകാലത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. മദ്യപാനം കൊണ്ട് തകർന്നു പോകുന്നു. ചില പള്ളിയിലൊക്കെ പൊതുയോഗം നടക്കണമെങ്കിൽ ഇച്ചിരി അകത്താവണം. മദ്യം, മയക്കുമരുന്ന്. നമ്മുടെ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം. കഥകൾ ധാരാളം വരുന്നു. നമ്മൾ വലിയ കാര്യമായിട്ട് കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടും. ഡ്രഗ്സിന് അടിമയാവും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, 1-ാം തരം വീട്ടിലെ പയ്യൻ ബാംഗ്ലൂരിൽ വിട്ടു. ബാംഗ്ലൂരൊക്കെ നല്ല സ്ഥലമാണ്. ഇന്നലെ ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തിനാ ബാംഗ്ലൂരിൽ പോകുന്നത്? പത്തനംതിട്ട പോയാൽ മതിയല്ലോ, കോട്ടയത്ത് പോയാൽ മതിയല്ലോ, മാവേലിക്കര പോയാൽ മതിയല്ലോ. ഈ കഥ നടന്നത്, സംഭവം നടന്നത് ബാംഗ്ലൂരാന്നേ ഉള്ളൂ. കോളേജ് വിട്ടു, എഞ്ചിനീയറിംഗിന് വിട്ടു, പഠിക്കാൻ മിടുക്കൻ, ഡിസ്റ്റിങ്ഷൻ കിട്ടിയവൻ. പഠനം കുറഞ്ഞു, മാർക്ക് കുറഞ്ഞു, സപ്ലി ഉണ്ടായി. എന്തൊരു നല്ല വാക്കാ സപ്ലി. സപ്ലി സപ്ലി ഉണ്ടായി. കോളേജുകാര് പറഞ്ഞു വിട്ടു. അവൻ തിരികെ വരികയാണ്. പാലക്കാട്ട് വെച്ച് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ അവനെ അറസ്റ്റ് ചെയ്തു. എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തിനായിരിക്കും അറസ്റ്റ് ചെയ്തെന്നറിയാമോ? ഡ്രഗ്സ് ഉപയോഗിച്ചതിനല്ല. ഡ്രഗ്സ് വിപണനം ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഇന്ന് കോടതികളിൽ, ഇതാണ് ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. പണം ലഭിക്കുവാൻ,
അധികാരം ലഭിക്കുവാൻ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും അത് വിപണനം ചെയ്യുകയും ചെയ്യുന്നു. ഈ റാക്കറ്റിൽ ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. ഈ റാക്കറ്റിൽ പെട്ടുപോകുന്നവരുണ്ടാവും. ഞാൻ സ്നേഹത്തോടെ പറയും, നമ്മുടെ മക്കൾ നമ്മളറിയാത്ത ഒരു ഐഫോൺ, നമ്മൾ മേടിച്ചു കൊടുക്കാത്ത ഒരു ഐഫോൺ അവരുപയോഗിക്കുന്നെങ്കിൽ അമ്മ ചോദിക്കണം, മോളെ ഇതെവിടുന്ന് കിട്ടി, മോനെ ഇതെവിടുന്ന് കിട്ടി? ഈ ചോദിക്കുവാനുള്ള ആർജവമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. അത് പ്രവാചക ശബ്ദമാണ്, അത് തിരുത്തൽ ശബ്ദമാണ്, അത് മാനസാന്തരത്തിന്റെ ശബ്ദമാണ്, അത് രൂപാന്തരപ്പെടുത്തുന്ന ശബ്ദമാണ്. ഈ ശബ്ദമാണ് ഇന്ന് കുടുംബങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അമ്മയും അപ്പനും മക്കളെ നോക്കി കണ്ണടയ്ക്കുന്ന അനുഭവം, പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുന്ന അനുഭവം, എന്തൊരു അനുഭവങ്ങളാണ്. ഓർത്തിരിക്കണം, ഇവിടെയാണ് സ്തെഫാനോസ് പീഡനങ്ങളേറ്റോ, വേദനയേറ്റോ, സംഘർഷമേറ്റോ. അവിടെ പറയുന്ന മനോഹരമായ വാക്യങ്ങളുണ്ട്. 7-ാം അധ്യായം 56-ാമത്തെ വാക്യം, സ്തെഫാനോസ് കല്ലെറിയപ്പെട്ടു, ഭൂമിയിൽ വീണു, അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി, ഉയരങ്ങളിലേക്ക് നോക്കി. അവിടെ കണ്ടതെന്താണ്? സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവപുത്രന്റെ വലതുഭാഗത്തിരിക്കുന്നതും കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നു. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കേണ്ട ഏവങ്കേലിയോനിൽ നിങ്ങൾ വലിയ കാര്യങ്ങൾ കാണും. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണും. വളരെ സുന്ദരമാണ്. സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. 7-ാം അധ്യായം 59-ാമത്തെ വാക്യം, സ്തെഫാനോസ് എന്താ ചെയ്തത്? തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ഉപദ്രവിക്കുന്നവർക്കായി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇതാണ് എന്റെ സുവിശേഷം. കർത്താവ് പറയുന്നുണ്ടല്ലോ, എന്തൊരു ശക്തമായ സന്ദേശം എന്നറിയാമോ? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിനെ ഓർക്കുമ്പോൾ മാത്രമേ ഈ സുവിശേഷ ശബ്ദം നമ്മുടെ കാതുകളിൽ മുടങ്ങൂ. യേശുക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്നു എന്റെ സുവിശേഷം. ആ സുവിശേഷം പൗലോസ്ലീഹയുടെ വാക്കിൽ നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, ക്ഷമയുടെ സുവിശേഷം, അനുരഞ്ജനത്തിന്റെ സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം, അതാകുന്നു എന്റെ സുവിശേഷം എന്ന് ഓർപ്പിക്കുകയാണ്. ഒരു വാക്കുകൂടി അതിനെ ചേർത്ത് പറയുകയാണ്. 8-ാമത്തെ അധ്യായം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഏത് പുസ്തകമാണ്? അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം. അതിനകത്തിലെ 2-ാമത്തെ വാക്യം ഓർക്കുക. സ്തെഫാനോസ് കൊല്ലപ്പെട്ടു. സ്തെഫാനോസിനെ ഖബറടക്കുകയാണ്. 2-ാമത്തെ അധ്യായം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആ 2-ാമത്തെ വാക്യം 8-ാമത്തെ അധ്യായം, ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. എത്ര സുന്ദരമാണ് ആ വാക്യം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. നമ്മുടെ പള്ളിയിലെ ചില ഖബറടക്കങ്ങളും ശവസംസ്കാര ശുശ്രൂഷകളും ഈ ഭൗതിക ശരീരം ഖബറിലേക്ക് ഇറക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ ഈ വാക്യം ഞാൻ ഓർക്കും. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. നമുക്ക് ഭക്തിയുള്ള പുരുഷന്മാരുടെ ഒരു നിരയുണ്ടാകണം. കറ്റാനത്തതുണ്ട് എന്ന് എനിക്കറിയാം, എനിക്കിവിടുന്ന് പോകണമല്ലോ. ഭക്തിയുള്ള പുരുഷന്മാർ നമുക്കുണ്ടാവണം, സഭയിലുണ്ടാകണം. ഭക്തിയുള്ള സ്ത്രീകൾ നമുക്കുണ്ടാവണം, ഭക്തിയുള്ള യുവതി യുവാക്കൾ നമുക്കുണ്ടാവണം, ഭക്തിയുള്ള മധ്യവയസ്കർ നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഓർത്തിരിക്കണം. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു, കാൽവരിയിൽ ജീവൻ പകർന്ന് യേശുവിനെ ഓർക്കുക. ഒരു ആശയം കൂടെ വളരെ പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതെന്ന് പറയുന്നത് 4-ാമത്തെ ഉത്തരം, യേശു ക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്നു എന്റെ സുവിശേഷം. 4-ാമത്തെ ഉത്തരം പൗലോസ്ലീഹ പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ് ജീവൻ പകരുന്ന യേശുവിനെ ഓർക്കുക. ഉയർത്തെഴുന്നേറ്റ് ജീവൻ പകരുന്ന യേശുവിനെ ഓർക്കുക. നമ്മൾ ഇതിന്റെ ഇച്ചിരി വേദശാസ്ത്രമൊക്കെ നോക്കുമ്പോൾ പൗലോസ്ലീഹായിക്ക്
ചരിത്രത്തിൽ ജീവിച്ച യേശുവിനെയാണോ അറിയാവുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണോ അറിയാവുന്നത്? കൃത്യമായിട്ട് ഉത്തരം, ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് അറിയാവുന്നത്. ഈ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ വായിക്കാമെങ്കിൽ 2 തരത്തിൽ യേശുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. യേശു ക്രിസ്തു എന്ന് പല ഭാഗത്തും പറയുന്നുണ്ട്. എന്നാൽ മറ്റു പല സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുന്നത് ഏതാണെന്നറിയാമോ? ക്രിസ്തു യേശു എന്നാണ് പറയുന്നത്. വി ക്യാൻ സീ ദ ഡിഫറൻസ്. ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ജീസസ് വളരെ തിയോളജിക്കലായിട്ടുള്ള 2 പദങ്ങളാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്നത് പൗലോസ്ലീഹ അർത്ഥമാക്കുന്നത് എന്താണെന്നറിയാമോ? ചരിത്രത്തിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട ചരിത്ര പുരുഷനായ യേശുവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് സാഹിത്യ ചരിത്രത്തിലും സഭാചരിത്രത്തിലും ഒക്കെ നോവലുകളിലുമൊക്കെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു എന്ന് അവതരിപ്പിക്കുന്നു. യേശു എന്നതിലെ വേദശാസ്ത്രാർത്ഥമാണ് പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൻ എന്നുള്ളത്. പൗലോസ്ലീഹ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദം ഏതാണെന്നറിയാമോ? ക്രിസ്തു യേശു എന്നാണ് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കുക. ക്രിസ്തു യേശു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ചരിത്രത്തിൽ ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ദ റിസൺ ക്രൈസ്റ്റ് അതാണ് പറയുന്നത്. പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇങ്ങനെ പറയാമായിരുന്നു, പ്രശംസിക്കുന്നവർ യേശുവിൽ പ്രശംസിക്കട്ടെ എന്ന് പറയാമായിരുന്നു. പക്ഷെ പൗലോസ്ലീഹ പ്രത്യേകമായ അർത്ഥത്തിലാണ് പറയുന്നത്, പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ. നമ്മുടെ ആരാധന കർമ്മമൊക്കെ നോക്കാമെങ്കിൽ യേശു എന്നൊരു പദം വളരെ അപൂർവമായിട്ടേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അവിടെ കാണുന്നത് എന്താണ്? ക്രിസ്തുവേശു, കർത്താവേ എന്ന പദമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റവനായ യേശു ചരിത്രത്തിൽ ജീവിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. കാരണം ഈ ഉയർത്തെഴുന്നേറ്റ യേശു ശൗലിനെ പിടിച്ചു, ശൗലിനെ മാനസാന്തരപ്പെടുത്തി, ശൗലിനെ രൂപാന്തരപ്പെടുത്തി, ശൗൽ പൗലോസായി മാറി. ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ രൂപാന്തരമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ രൂപാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന്റെ ആത്മാവ് ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. ഇത് ക്രിസ്തുവിനെ കുറിച്ച്, കർത്താവിന്റെ സുവിശേഷത്തെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു രണ്ടാമത് വാനമേഘങ്ങളിൽ തിരികെ വരുന്നു, നമുക്ക് ശരണം നൽകുന്നു. ചില കല്ലറയിലൊക്കെ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, വലിയ ശ്മശാനങ്ങളിൽ കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. നമ്മുടെ വലിയ ഫെയ്ത്താ. പക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ ജീവിത രീതികളിലും നമ്മുടെ നടപ്പിലും ഇരിപ്പിലും ബോധങ്ങളിലും വിചാരങ്ങളിലും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ആ വലിയ സന്ദേശം ചോർന്നു പോകാറുണ്ട്. കർത്താവിന്റെ മഹത്വത്തോടുകൂടിയുള്ള രണ്ടാമത്തെ വരവ്, ഈ വരവിൽ വളരെ ആത്മാർത്ഥതയോട് പറയണം, ക്രിസ്തുവിന്റെ സുവിശേഷം, യേശു ക്രിസ്തുവിനെ ഞാൻ ഓർത്തു, അത് മാത്രമായിരുന്നു എന്റെ സുവിശേഷം. തോമസ് ശ്ലീഹ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട അവസരത്തിൽ വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. അദ്ദേഹം പറയുകയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ, വേദനകളുടെ നടുവിൽ, സന്തോഷങ്ങളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ, സംഘർഷങ്ങളുടെ നടുവിൽ നമുക്ക് കരങ്ങൾ ഉയർത്തി പറയുവാൻ കഴിയണം, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ സാക്ഷിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും. ദൈവമേ, ഈ സാക്ഷ്യം നൽകണമേ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൃത്യമായിട്ട് പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലം ഉള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. വളരെ ദീർഘമായിട്ട് അതാണ് പറയുന്നത്. ഇന്നത്തെ ലോകം ബലമുള്ളതിന്റെ പുറകെയാണ്. ഇന്നത്തെ ലോകം വലിയ ജ്ഞാനത്തിന്റെ പുറകെയാണ്. ഇന്നത്തെ ലോകം വലിയ വിപണിയുടെ പുറകെയാണ്.
ആ വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ഇന്നത്തെ ലോകം ഇൻഫർമേഷൻ ഡിജിറ്റൽ ഏജിന്റെ പുറകെയാണ്. ഇന്നത്തെ ലോകം മാഫിയ പവറിന്റെ പുറകെയാണ്. ഇന്നത്തെ ലോകം വലിയ മാർക്കറ്റ് കൾച്ചറിന്റെ പുറകെയാണ്. ഇന്നത്തെ ലോകം വലിയ സൂപ്പർ ഹ്യൂമനെ കുറിച്ചുള്ള സങ്കല്പത്തിലേക്കാണ് പോകുന്നത്. പോസ്റ്റ് ഹ്യൂമൻ കൾച്ചറിലേക്കുള്ള ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സാക്ഷിക്കുവാനും നമുക്ക് പറയുവാനും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം മാത്രമേ ഉള്ളൂ. യേശുവിനെ ഓർക്കുക എന്നുള്ള പൗലോസ്ലീഹായുടെ ആ വാക്യമാണ് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അത് കൃത്യമായി ഞാൻ അറിയിച്ചാൽ, നമ്മൾ അറിയിച്ചാൽ, സുവിശേഷത്തിന് അനുസൃതമായി നമ്മൾ ജീവിച്ചാൽ, നമ്മൾ പലപ്പോഴും അനേക പീഡനങ്ങളിൽ കൂടിയും തിരസ്കരണത്തിൽ കൂടിയും ഒറ്റപ്പെടൽ കൂടിയും കടന്നു പോകേണ്ടി വരും. പലപ്പോഴും അത് നമുക്ക് ഏറ്റെടുക്കുവാനുള്ള ധർമ്മം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട്, കഷ്ടം സഹിക്കുവാൻ നമ്മൾ തയ്യാറാകാത്തത് കൊണ്ട്, നമ്മളിൽ പലരും കഷ്ടം സഹിക്കുകയും കല്ലെറിയപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സഹദേന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ച് പ്രാസ നടത്തി അനുഗ്രഹം പ്രാപിച്ച് അപ്പം ഭക്ഷിച്ച് നമ്മുടെ ആധ്യാത്മികതയെ പരിപൂർണമാക്കുവാൻ ശ്രമിക്കുന്ന സംസ്കാരത്തിൽ കൂടിയും ആധ്യാത്മികതയിൽ കൂടിയുമാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്നെ കല്ലെറിയരുത്. ഇവിടെ സ്തെഫാനോ സഹദായെ ഓർക്കുമ്പോൾ സുവിശേഷത്തെക്കുറിച്ച് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. ഈ രാത്രിയിൽ ഈ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ രാത്രിയിൽ പങ്കിട്ട വചനമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സ്തെഫാനോ സഹദായെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥത അണയ്ക്കുന്ന മഹത്തായ ഈ പെരുന്നാളിൽ സ്തെഫാനോ സഹദ യേശുവിൻ്റെ സുവിശേഷത്തെ സാക്ഷിച്ചു. യേശുവിൻ്റെ സുവിശേഷത്തെ സാക്ഷിച്ചപ്പോൾ ദുഷ്പ്രവർത്തിക്കാരനെ പോലെ കല്ലേറ് ഏറ്റ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. പൗലോസ്ലീഹായും അതേപോലെ തന്നെ ക്രൂശിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നുപോയി. യേശു ക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ആ സുവിശേഷം എന്ന് പറയുന്നത് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വലിയ അനുഭവങ്ങളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. ഈ പ്രസംഗം ഇവിടെ സംക്ഷേപിക്കുമ്പോൾ, ഇവിടെ ഉപസംഹരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച 4 കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ലോകരക്ഷയ്ക്കായി വന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ശുശ്രൂഷകൾക്കായി ആത്മത്യാഗം ചെയ്ത ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, കാൽവരിയിൽ ജീവൻ പകർന്ന യേശുവിനെ ഓർത്തുകൊള്ളുക, ഉയർത്തെഴുന്നേറ്റ് ജീവൻ പകരുന്ന, രണ്ടാമത് വന്ന് നമുക്ക് ശരണം നൽകുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു വലിയ സുവിശേഷം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്നവരായി തീരരുതേ. കാരുണ്യവാനായ ദൈവമേ, കറ്റാനം സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിലെ എല്ലാ വിശ്വാസ സമൂഹത്തെയും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തെഫാനോ സഹദായെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കണമേ. സ്തെഫാനോ സഹദായുടെ വലിയ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവക ജനങ്ങളെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഓർത്ത് നമ്മുടെ ജീവിതത്തെ സജീവമാക്കാം. യേശു ക്രിസ്തുവിനെ ഓർത്ത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാം. യേശു ക്രിസ്തുവിനെ ഓർത്ത് നിരപ്പിന്റെ സുവിശേഷം ഈ ഭൂമുഖത്ത് പങ്കിടാം. ദൈവം തന്ന ആയുസ്സിന് സ്തുതി, ദൈവം തന്ന ആരോഗ്യത്തിന് സ്തുതി, ദൈവം തന്ന ബലത്തിന് സ്തുതി. ദൈവകൃപയിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പൗലോസ്ലീഹയുടെ വചനം നമ്മുടെ വചനമാണ്. ഞാനാകുന്നത്, ഞാൻ ജീവിക്കുന്നത്, ഞാൻ നിലനിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ കൃപയിലാണ്, ദൈവത്തിൻ്റെ കൃപയിലാണ്, ദൈവിക സുവിശേഷത്തിൻ്റെ തണലിലാണ്. യേശു ക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്നു എൻ്റെ സുവിശേഷം. നിരപ്പിൻ്റെ സുവിശേഷം നമുക്കായി നൽകിയിരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഭാര്യ ഭർത്താക്കന്മാരെ വാഴ്ത്തട്ടെ. ലോകത്തോട് കരുണയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, നീതിയുണ്ടാകട്ടെ, സാമൂഹിക പ്രതിബദ്ധതയുണ്ടാകട്ടെ. കറ്റാന സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിലെ പെരുന്നാൾ ലോകത്തോട് വിളിച്ചറിയിക്കുന്നത് നിരപ്പിന്റെ സുവിശേഷമാണ്, ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷം യേശു ക്രിസ്തുവിനെ ലോകം അറിയുന്നതിനും ലോകം ഓർക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞകാല ഓർമ്മകളെ വർത്തമാനകാല ഓർമ്മകളിലേക്ക് ചേർത്ത് പിടിച്ച് ഭാവികാല ഓർമ്മയാക്കി തീർക്കുന്ന ഒരു അനുഭവമാണ്. അവിടെ ഓർമ്മയെന്ന പദം അത് ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ സമന്വയിപ്പിക്കുന്ന വലിയ ദുഃഖ്രോനയുടെ അനുഭവമാണ്. കൊച്ചു കൊച്ചു ഓർമ്മകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ. ചെറിയ ചെറിയ ഓർമ്മകൾ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുവാൻ കൃപ നൽകണമേ. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ വാഴ്ത്തട്ടെ. നമ്മുടെ തെറ്റുകളെയും നമ്മുടെ കുറ്റങ്ങളെയും ദൈവം തമ്പുരാൻ പരിഹരിക്കട്ടെ. കറ്റാന സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തോടും എൻ്റെ വചനം കേട്ട എല്ലാ വന്ദരായ അഭിഷിക്തരോടുമുള്ള ഹൃദയപൂർവമായ സ്നേഹമറിയിക്കുന്നു, ആദരവറിയിക്കുന്നു. ദൈവം നമ്മളെ വാഴ്ത്തട്ടെ. ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്ത് നമുക്ക് വിളിച്ചറിയിക്കാം, പ്രകാശിതരായിത്തീരാം, നന്മ നിറഞ്ഞവരായിത്തീരാം, ജീവന്റെ വാഹികളായിത്തീരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.